സ്മൃതി പരുത്തിക്കാട്. ശക്തന്റെ മണ്ണിളക്കി മറിച്ച് റോഡ് ഷോ. തേക്കിൻകാട് മൈതാനത്ത് മഹിളാ സംഗമം. കഴിഞ്ഞ 10 വർഷം സ്ത്രീകൾക്കായി നടപ്പാക്കിയ പദ്ധതികൾ എണ്ണിപ്പറഞ്ഞു തുടങ്ങിയ പ്രധാനമന്ത്രിയുടെ 41 മിനിറ്റ് നീണ്ട പ്രസംഗം പിന്നെ ഊന്നിയത് സംസ്ഥാന സർക്കാരിനെയും കോൺഗ്രസിനെയും വിമർശിക്കാനാണ്. തൃശൂർ പൂരവും ശബരിമലയും കടന്ന് സ്വർണ്ണക്കടത്തും കേന്ദ്ര ഫണ്ടും വരെ എത്തിയുള്ള കാര്യങ്ങൾ ഉയർത്തിയുള്ള കേരളത്തിലെ BJPയുടെ ആദ്യ തെരഞ്ഞെടുപ്പ് പരിപാടി വിജയിച്ചു. കേരളത്തിലെ ഇന്ത്യ മുന്നണിയെ പരാജയപ്പെടുത്തുമെന്ന മോദിയുടെ പ്രഖ്യാപനം എത്രത്തോളം വിജയിക്കും? മോദി ഗ്യാരണ്ടി ഫലിക്കുമോ? CPM പ്രതിനിധി അഡ്വക്കേറ്റ് KS അരുൺകുമാർ, രാഷ്ട്രീയ നിരീക്ഷകനും കോൺഗ്രസ് നിലപാട് പറയാനുമായി നിസാം സെയ്ദ്, BJP പ്രതിനിധി JR പത്മകുമാർ എന്നിവരാണ് ചർച്ചയിൽ. ആദ്യം ശ്രീ JR പത്മകുമാർ, മോദിയുടെ കേരളത്തിലെ അടുത്തടുത്തുള്ള രണ്ടാമത്തെ പരിപാടിയാണ്. ഇന്നിപ്പോൾ തൃശൂരിൽ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം എന്ന നിലയ്ക്ക് കൂടിയാണോ ഈ മഹിളാ സംഗമത്തെ കാണേണ്ടത്? ആരുടെയെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായിട്ടല്ല, മറിച്ച് ഭാരതീയ ജനതാ പാർട്ടി സ്ത്രീ മഹിളാ സംഗമം എന്നുള്ള രീതിയിൽ ഒരു രാഷ്ട്രീയ പരിപാടി വെച്ചു. ആ പരിപാടിയിൽ പ്രധാനമന്ത്രി വരികയും കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ചെയ്തിട്ടുള്ള ജനക്ഷേമകരമായ പദ്ധതികൾ, പ്രത്യേകിച്ചും സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള ചെയ്തിട്ടുള്ള പദ്ധതികളെ കുറിച്ച് വളരെ വിശദമായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലാതെ തെരഞ്ഞെടുപ്പ് പ്രചരണം എന്ന് വേണമെങ്കിൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ അടുത്ത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം എന്നുള്ള നിലയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിൽ തെറ്റൊന്നുമില്ല. അദ്ദേഹം ഒരു ഭാരതീയ ജനതാ പാർട്ടിയുടെ രാഷ്ട്രീയ പരിപാടിയിലാണ് പങ്കെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അങ്ങനെ ഒരു വ്യക്തിയുടെ പ്രചരണം എന്നുള്ള നിലയിലല്ല, പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം എന്ന രീതിയിൽ കാണുന്നതിലും തെറ്റൊന്നുമില്ല. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ നടത്താൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ജനങ്ങൾ അവരുമായി സംവാദിക്കുക എന്നുള്ളതാണ്. അത് ഭംഗിയായിട്ട് നിർവഹിച്ചു കഴിച്ചിരിക്കുകയാണ്. വിവിധ മേഖലകളിൽ നിന്നുള്ള സ്ത്രീകളെ ആദരിക്കുന്ന ചടങ്ങായിരുന്നു. അങ്ങനെ വിവിധ മേഖലകളിൽ നിന്നുള്ള സ്ത്രീകളെ അവിടേക്ക് കൊണ്ടുവന്നിട്ടുമുണ്ടായിരുന്നു, പല മേഖലകളിൽ നിന്ന്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പിച്ചച്ചട്ടി സമരം നടത്തിയ വൃദ്ധയായ മറിയ കുട്ടിയും ആ പരിപാടിയിൽ പങ്കെടുത്തല്ലോ. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട് അമ്മമാരെ, സഹോദരന്മാരെ എന്ന് തന്നെയാണ് പ്രസംഗത്തിലുടനീളം മോദി പറയുന്നത്. പദ്ധതികളും വിശദീകരിക്കുന്നുണ്ട്. അതിലപ്പുറമുള്ള രാഷ്ട്രീയ പ്രസംഗം അവിടെ കണ്ടു. കേരള സർക്കാരിനെ, ഇവിടുത്തെ കോൺഗ്രസിനെ ഒക്കെ വിമർശിച്ചുകൊണ്ടുള്ള പ്രസംഗവും കണ്ടു. ഈ പ്രസംഗത്തിൽ പറഞ്ഞ രാഷ്ട്രീയ കാര്യങ്ങൾ അതെത്രത്തോളം അവിടെ കൂടി നിന്നവർ ഏറ്റെടുത്തു എന്നാണ് BJP കരുതുന്നത്? അത് അവരെ ഏറ്റെടുത്തോ ഇല്ല എന്നുള്ളതല്ലല്ലോ, അവരോട് പറയുക എന്നുള്ളതാണ് ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ. അതുപോലെ തന്നെ രാഷ്ട്രീയ വിഷയങ്ങളിൽ ഈ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ എടുക്കുന്ന ഇരട്ടത്താപ്പ് അത് ജനങ്ങളോട് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അത് ജനങ്ങളാണ് വിലയിരുത്തേണ്ടത്, പൊതുസമൂഹമാണ് വിലയിരുത്തേണ്ടത്. അവിടെ കൂടിയ ആളുകൾ മാത്രമല്ലല്ലോ, കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അത് വീക്ഷിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഓരോ ചാനലിന്റെ ലൈവ് ഷോകളും അതുപോലെ തന്നെ മറ്റു മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളും നോക്കുമ്പോൾ കേരളം മുഴുവൻ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നല്ലോ. പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്നു, പ്രധാനമന്ത്രിയുടെ പരിപാടി സ്ത്രീകളെ ആദരിക്കുന്നു എന്നുള്ളത് എല്ലാ മാധ്യമങ്ങളും ഏറ്റെടുക്കും. അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് പ്രധാനമന്ത്രിയാണല്ലോ, നരേന്ദ്രമോദി എന്ന നിലയ്ക്കുള്ള പ്രധാനമന്ത്രിയുടെ പരിപാടിയാണ്. ശ്രീ JR പത്മകുമാർ, അങ്ങനെയെങ്കിൽ അവിടെ നടത്തിയ രാഷ്ട്രീയ പ്രസംഗത്തിലെ ഓരോ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാമെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. സ്വർണ്ണക്കടത്ത് എവിടെ നടന്നു, ഏത് ഓഫീസിൽ നടന്നു എന്നൊക്കെ അറിയാമല്ലോ എന്ന്. ഇവിടെ പറഞ്ഞ് തേഞ്ഞ് അതിനുശേഷം ഒരു തെരഞ്ഞെടുപ്പും കഴിഞ്ഞ് തുടർഭരണം വന്ന് അതേ വിഷയം ഉന്നയിക്കുമ്പോൾ ഈ സ്വർണ്ണക്കടത്ത് ആരാണ് അന്വേഷിച്ചത്? കേന്ദ്ര ഏജൻസികളാണ്. അപ്പോൾ എന്താണ് ഈ പ്രസംഗത്തിൽ നിന്ന് ജനം മനസ്സിലാക്കേണ്ടത്? ജനം ഏറ്റെടുക്കുമ്പോൾ ജനം ചില കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുമല്ലോ. അപ്പോൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ച് പാതി വഴിയിൽ ഇട്ടിട്ട് പോയ സ്വർണ്ണക്കടത്ത് കേസ് അത് ഈ രൂപത്തിൽ അവിടെ പ്രസംഗിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് അത് നിങ്ങൾക്ക് വിശദീകരിക്കാനാവുക? അല്ല, സ്മൃതിയോട് ആരോ പറഞ്ഞത് സ്വർണ്ണക്കടത്തിന്റെ അന്വേഷണമൊക്കെ തീർന്നു, എല്ലാം മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് കൊടുത്തിട്ടാണ് അന്വേഷണ ഏജൻസികൾ പോയിട്ടുണ്ടെന്ന്. അതിനെ സംബന്ധിച്ച് ഏത് ഓഫീസിലാണ് അദ്ദേഹം, പ്രധാനമന്ത്രി പറഞ്ഞ കാര്യം വളരെ വ്യക്തമല്ലേ? ഏത് ഓഫീസിലാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്നത്? മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് അത് നടന്നില്ല എന്ന്
നിങ്ങൾക്ക് പറയാൻ കഴിയൂ? ആരായിരുന്നു ശിവശങ്കരൻ? ഞാൻ ചോദിക്കുന്നത് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം എവിടെ എത്തിയെന്നുള്ള ചോദ്യമാണ്. ഇതൊക്കെ ഒരുപാട് കേന്ദ്രം അന്വേഷിച്ച കാര്യമാണല്ലോ, കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്തമാണല്ലോ. കേന്ദ്രം ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ ആ അന്വേഷണം എവിടെ എത്തി എന്നുള്ള കാര്യം വിശദീകരിക്കണം. ഞങ്ങൾ ഇക്കാര്യത്തിൽ ഇത്രത്തോളം വേഗത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി എന്ന് വിശദീകരിക്കണം. അല്ല, അതാണല്ലോ അന്വേഷണ ഏജൻസികൾ അതിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നു. നിങ്ങൾക്ക് സാധാരണ പോലീസ് അന്വേഷിക്കുന്നത് പോലെയുള്ള EDയോ കസ്റ്റംസോ അതുമായി ബന്ധപ്പെട്ട നമ്മുടെ എക്കണോമിക് മേഖലയിൽ പ്രവർത്തിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഏജൻസികൾ നടത്തുന്ന അന്വേഷണം, അതിൻ്റെതായ ഒരു പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ച് അന്വേഷണം നടത്തും. ആ അന്വേഷണത്തിൽ ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, ശിവകുമാറിനെതിരായിട്ടുള്ള അന്വേഷണത്തിന് ഈ കഴിഞ്ഞ ദിവസമാണ് ഒരു മാധ്യമവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ അനധികൃതമായിട്ടുള്ള ഡെപ്പോസിറ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബിനാമി ഇടപാടുമായി ബന്ധപ്പെട്ട് നോട്ടീസ് കൊടുത്തിട്ടുള്ളത്. അതൊരു തുടർ പ്രക്രിയയാണ്. അത് അന്വേഷണം തുടർന്നു പോകും. അതിൽ ഗവൺമെന്റ് ഇടപെടേണ്ട കാര്യമില്ല. അതൊരു അന്വേഷണ ഏജൻസിക്ക് സ്വതന്ത്രമായി ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. ശരി, ശ്രീ കെ അരുൺകുമാർ, ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെയും ഇവിടുത്തെ കോൺഗ്രസിനെയും ഒരുപോലെ വിമർശിക്കുന്നുണ്ട്. ഈ സ്വർണ്ണക്കടത്തിൽ നിന്ന് തുടങ്ങാമെന്ന് തോന്നുന്നു. സ്വർണ്ണക്കടത്ത് ആരുടെ ഓഫീസിലാണ് നടന്നത് എന്നത് അറിയാമല്ലോ എന്നാണ് മോദി ഓർമ്മിപ്പിക്കുന്നത്. പഴയ കാര്യങ്ങൾ വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഈ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നാണ് BJPയുടെ വിശ്വാസം. ഇവിടെ ത്രിപുരയിൽ തെരഞ്ഞെടുപ്പ് നടന്ന് BJP ആദ്യം അധികാരത്തിൽ വന്നതിന് ശേഷം ഇതേപോലെ ഒരു മഹാപൊതുയോഗത്തിൽ വന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പ്രസംഗിച്ചു പോയതാണ് അടുത്തത് കേരളമാണ് എന്ന് പറഞ്ഞ്. അതിനുശേഷവും പല തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും എല്ലാം ഇവിടെ വന്ന് പലതരത്തിലുള്ള യോഗത്തിലും പങ്കെടുത്തിട്ടുണ്ട്. ഏറ്റവും അവസാനം കൊച്ചിയിൽ വന്ന പ്രധാനമന്ത്രി പ്രതികരിക്കുന്നു, യുവാക്കളുടെ സംശയം തീർക്കുന്നു എന്ന രൂപത്തിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം എന്നെല്ലാം പറഞ്ഞ് നടത്തിയ സംഗമവും നമ്മൾ കണ്ടു. ഒരു തരത്തിലും ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞില്ല. അദ്ദേഹം സാധാരണ മൻ കി ബാത് പോലെ പ്രസംഗിക്കാനുള്ളത് പ്രസംഗിച്ചിട്ട് പോയി എന്നല്ലാതെ മറ്റൊന്നും സംഭവിച്ചതായിട്ട് നാം കണ്ടില്ല. ഇപ്പോൾ വലിയ തരത്തിൽ നാരി ശക്തി എന്ന രൂപത്തിൽ ഒരു ക്യാമ്പയിനാണ് നടത്തിയത്. ഞാനിന്ന് ചോദിച്ചോട്ടെ, വനിതാ സംവരണ ബില്ല് കൊണ്ടുവന്നു എന്ന രൂപത്തിലാണ് എല്ലാവരും അദ്ദേഹത്തെ പ്രകീർത്തിച്ച് സംസാരിച്ചത്. എന്ന് ഈ ബില്ല് വരും, എന്ന് നടപ്പാക്കും, ഏത് തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾക്ക് 1/3 സംവരണം കിട്ടും എന്നതിനെക്കുറിച്ച് ഒരക്ഷരം ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. ഭാവിയിൽ സെൻസസ് എന്നാണ് നടക്കുക, എന്നാണ് മണ്ഡല പുനർനിർണ്ണയം നടക്കുക, ഒരു 10 കൊല്ലം കഴിഞ്ഞാലും ഈ വനിതാ സംവരണം നടക്കുമോ എന്നതിനെക്കുറിച്ച് നമുക്ക് യാതൊരു ഐഡിയയുമില്ല ഇപ്പോൾ. എന്നാൽ എവിടെ വന്നാൽ സംസാരിക്കണേ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് 1/3 50%-ത്തിലധികം സംവരണം കൊടുക്കുന്ന നാട്ടിൽ വന്നിട്ടാണ് സ്ത്രീ സംവരണത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇത് വലിയ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനം, മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ഈ ജനാധിപത്യ കേരളത്തിൽ വന്നിട്ടാണ് ഈ ഗീർവാണങ്ങളെല്ലാം വിടുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ നാരീ ശക്തിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഗുസ്തി താരങ്ങളെക്കുറിച്ച് സംസാരിക്കാത്തത്? തങ്ങൾ ഈ നാടിന് വേണ്ടി അധ്വാനിച്ച് നേടിയ, ഈ രാജ്യത്തിന്റെ യശസ് ലോകത്ത് മുഴുവൻ ഉയർത്തി നേടിയ മെഡലുകളെല്ലാം ഗംഗയിൽ കൊണ്ടുപോയി ഒഴുകുന്ന സാഹചര്യം വരെ വന്ന് അവർ കണ്ണുനീര് അണിഞ്ഞ് പൊതുവേദിയിൽ നിന്ന് മാപ്പ് പറഞ്ഞ് ഇനി ഞങ്ങൾ ഒരിക്കലും കായിക മത്സരങ്ങളിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു പോയ കാഴ്ച കണ്ടിട്ട് ഒരാഴ്ചയെ കഴിഞ്ഞുള്ളൂ. അവരെക്കുറിച്ചൊന്നും ഈ നാരീ ശക്തിയിൽ പ്രധാനമന്ത്രി പറയുന്നത് കേട്ടില്ലല്ലോ. ബൽക്കീസ് ബാനു നാം കണ്ടല്ലോ, ഒരു 56 പേര് കൂടി ബലാത്സംഗം ചെയ്ത് 3 വയസ്സുള്ള കൊച്ചിനെ നിലത്തടിച്ച് കൊല്ലുന്നത് കണ്ട് അതിലെ പ്രതികളെ മുഴുവൻ സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം വെറുതെ വിട്ടപ്പോൾ അവർ കരഞ്ഞുകൊണ്ട് ഇപ്പോഴും ഈ രാജ്യത്തോട് അപേക്ഷിക്കുന്നു നമ്മൾ കാണുമ്പോൾ അവിടെയൊന്നും ഈ ബൽക്കീസ് ബാനുവിന്റെ കരച്ചിലിന് മുന്നിൽ ഒരു നാരീശക്തിയും നമ്മൾ കണ്ടില്ല. മണിപ്പൂരിൽ 100 കണക്കിന് സ്ത്രീകൾ ആക്രമിക്കപ്പെട്ട് നഗ്നരാക്കി നടക്കപ്പെട്ട സ്ത്രീകൾ ലോകത്ത് മുമ്പ് ആ വീഡിയോ പ്രദർശിപ്പിച്ചപ്പോൾ തനിക്ക് വേദനയുണ്ടാക്കി എന്ന് 8 സെക്കൻഡിൽ പ്രതികരിച്ചതല്ലാതെ മണിപ്പൂർ സംഭവത്തെക്കുറിച്ച് ഇതുവരെ പ്രധാനമന്ത്രി പ്രതികരിച്ചിട്ടില്ല. മണിപ്പൂർ പറഞ്ഞിട്ടില്ലെങ്കിലും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ക്രിസ്തുമത വിശ്വാസികൾ കൂടുതലുള്ള ഇടങ്ങളിൽ എല്ലാം BJP ആണ് ഭരിക്കുന്നത്. അത് ക്രൈസ്തവർക്ക് തങ്ങളോടുള്ള വിശ്വാസമാണ്. അതായത് ഇവിടെ എന്തൊക്കെയാണോ BJPക്കെതിരെ ഉന്നയിക്കുന്നത് അതിനെല്ലാമുള്ള മറുപടിയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അപ്പോൾ അവിടെ മുഴുവൻ ഭരിക്കുന്നത് ഞങ്ങളാണ് എന്നുള്ള ആത്മവിശ്വാസം ക്രൈസ്തവരെ കയ്യിലെടുക്കാൻ സാധിക്കും. സ്നേഹസംഗമത്തിന്, സ്നേഹവിരുന്നിനുള്ള വിമർശനങ്ങൾക്കുള്ള മറുപടി കൂടിയാണെന്ന് പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത്. അല്ല, തങ്ങളുടെ ആഭ്യന്തര ശത്രുക്കളിൽ ഒന്നാമത് ഇസ്ലാം മതത്തിൽപ്പെട്ടവരും രണ്ടാമത് ക്രിസ്ത്യാനികളും മൂന്നാമത് കമ്മ്യൂണിസ്റ്റുകാരുമാണെന്ന് RSSും സംഘപരിവാർ
പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ആഭ്യന്തര ശത്രുക്കളെ ഇല്ലായ്മ ചെയ്താൽ മാത്രമേ തങ്ങൾ വിഭാവനം ചെയ്യുന്ന ഹിന്ദുത്വ അജണ്ടയുള്ള ഫാസിസ്റ്റ് രാജ്യം ഈ രാജ്യത്ത് പുലരുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ച് ഒരു തലത്തിൽ ആക്രമണ പരമ്പര തുടരുന്നു. ക്രൂരമായിട്ടുള്ള ആക്രമണം നടക്കുന്നു, വേട്ടയാടൽ നടക്കുന്നു, സ്ത്രീകൾ ക്രൂരമായി ആക്രമിക്കപ്പെടുന്നു. മറുതരത്തിൽ ഇത്തരത്തിൽ സ്നേഹവിരുന്ന് നടത്തിയാൽ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ടല്ലോ ഇത്തരം കാര്യങ്ങളെല്ലാം. അപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രസംഗത്തിൽ ഉൾപ്പെട്ട കാര്യങ്ങളെല്ലാം പൊള്ളയാണ്, കള്ളമാണെന്നുള്ള ബോധ്യം ജനങ്ങൾക്കുണ്ട്. ഇപ്പൊ ഗ്യാസിന്റെ വിലയെ കുറിച്ചെല്ലാം പറഞ്ഞല്ലോ, മോഡിയുടെ വാഗ്ദാനമാണെന്ന് പറഞ്ഞു. ഗ്യാസ് കണക്ഷൻ കിട്ടിയവർ ഒരു കുറ്റി ഗ്യാസ് പോലും എടുക്കാൻ കഴിയാതെ ഈ രാജ്യത്ത് അവരുടെ ജീവിതം മുന്നോട്ട് പോകുകയാണ്. അതുകൊണ്ട് ഈ യാഥാർത്ഥ്യം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ശരി, ഞാൻ വരാം. കൃത്യമായി ഈ പറഞ്ഞ പ്രസംഗത്തിന്റെ പൊള്ളത്തരം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ശരി, നിസാം സെയ്ദ്, ഇപ്പോൾ വനിതാ സംവരണ ബിൽ ഇത്ര കാലമായിട്ടും UPAക്ക് നടപ്പാക്കാൻ പറ്റാത്ത വനിതാ സംവരണ ബിൽ അത് നിയമമാക്കി ഞങ്ങൾ എന്നുള്ള കാര്യമാണ് മോദി പറഞ്ഞത്. മോദി ഗ്യാരണ്ടി എന്നാൽ നടപ്പാക്കലാണ്, വെറും പ്രഖ്യാപനങ്ങളല്ല. അപ്പോൾ അദ്ദേഹം ഓരോ പ്രഖ്യാപനങ്ങളായി നടപ്പാക്കിയ കാര്യങ്ങളായി ഓരോന്നായി വിളിച്ചു പറയുകയാണ്. അവിടെ മുഴുവൻ സ്ത്രീകളുടെ ഒരു വലിയ കൂട്ടം അവിടെ കാത്തുനിന്നതും കണ്ടിരുന്നാണല്ലോ. അത് തൃശ്ശൂരിൽ ഒരു തരത്തിലും ഫലിക്കില്ല എന്ന് കോൺഗ്രസിന് വിശ്വാസമുണ്ടോ? അതോടൊപ്പം തന്നെ ഇവിടെ കേരളത്തിലും ഇന്ത്യ മുന്നണിയുണ്ട്. കേരളത്തിലും ഇന്ത്യ മുന്നണി ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. അത് കൊള്ളയടിക്കാനും അഴിമതിക്കും ആണ് ആ സഖ്യം പ്രവർത്തിക്കുന്നത് എന്നാണ് കോൺഗ്രസിനെയും CPM-നെയും വിമർശിച്ചുകൊണ്ട് മോദി പറഞ്ഞത്. ആ സഖ്യത്തെ പരാജയപ്പെടുത്തുമെന്ന് കൂടി അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. മോദി ഇന്ന് തൃശ്ശൂരിൽ നടത്തിയത് ഒരു ഇലക്ഷൻ റാലിയാണെന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാം. പക്ഷേ ഞാൻ കരുതുന്നത് നരേന്ദ്രമോദിയും കേന്ദ്ര BJP നേതൃത്വവും വളരെ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി കേരളത്തെ സമീപിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇന്ന് തൃശ്ശൂർ ആ റാലി നടന്നത് എന്നാണ്. തൃശ്ശൂർ നമുക്കറിയാം. ഇപ്പോൾ കേൾക്കാവോ? ഒന്നുകൂടെ ആവർത്തിക്കാമോ? കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഒന്ന് പറഞ്ഞതൊന്ന് ആവർത്തിക്കാമോ? ഇന്ന് തൃശ്ശൂർ നടന്നത് BJPയുടെ ഇലക്ഷൻ പ്രചരണത്തിന്റെ ആരംഭമാണ്, കേരളത്തിലെ പ്രചരണത്തിന്റെ ആരംഭമാണെന്ന് നമുക്കെല്ലാം മനസ്സിലാവും. പക്ഷേ വളരെ യാഥാർത്ഥ്യബോധത്തോടുകൂടിയാണ് കേരളത്തെ BJP സമീപിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. 2024 തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJPക്ക് ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്ന സീറ്റാണ് തൃശ്ശൂർ. സുരേഷ് ഗോപി അവിടെ മത്സരിക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. എന്നിട്ട് പോലും സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരം നടക്കുമ്പോൾ പ്രധാനമന്ത്രിയെപ്പോലുള്ള ഒരാൾ വന്ന് പ്രചരണം നടക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ മൂർധന്യത്തിലായിരിക്കണം. അപ്പോൾ വളരെ നേരത്തെ തന്നെ അദ്ദേഹം ഇവിടെ വന്നു. ഇനി ഒരു 3 മാസത്തിനകം അവിടെ അദ്ദേഹം വീണ്ടും എത്തും എന്ന് പ്രതീക്ഷിക്കാൻ കഴിയുകയില്ല. അപ്പോൾ കേരളത്തിൽ മറ്റു സീറ്റുകളിലും തൃശ്ശൂരുമൊന്നും കേന്ദ്ര BJP നേതൃത്വം വലിയ സാധ്യത കൽപ്പിക്കുന്നില്ല, വലിയ സാധ്യത പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ചടങ്ങ് എന്ന രീതിയിൽ കേരളത്തിലെ BJP സംഘടിപ്പിച്ച ഒരു ചടങ്ങ് എന്ന രീതിയിൽ പങ്കെടുത്തു എന്നുള്ളത് മാത്രമാണ് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഇന്ന് അദ്ദേഹം അവിടെ വളരെയേറെ കാര്യങ്ങൾ പറഞ്ഞു. മോദി ഗ്യാരണ്ടിയെക്കുറിച്ച് അദ്ദേഹം വളരെ വിശദമായി പറഞ്ഞു. അദ്ദേഹം രാഷ്ട്രീയ പ്രസംഗങ്ങൾ നടത്തുന്നതിനും അവകാശവാദം ഉന്നയിക്കുന്നതിനും ഒക്കെ വളരെ പ്രാഗൽഭ്യമുള്ള ആളാണ് എന്ന് നമുക്കറിയാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ അവകാശവാദങ്ങൾക്ക് പലപ്പോഴും വസ്തുതകളുടെ പിൻബലമില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അദ്ദേഹം ഇന്ന് മോദി ഗ്യാരണ്ടിയെക്കുറിച്ച് പറഞ്ഞു. മോദി ഗ്യാരണ്ടിയിൽ പ്രധാനമായും പറഞ്ഞ പല കാര്യങ്ങളുമുണ്ട്. പക്ഷേ ആ കാര്യങ്ങളുടെയൊക്കെ യാഥാർത്ഥ്യം എന്താണ് നമുക്കറിയാം. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഉണ്ട്. അതിൻ്റെ ഇന്ത്യൻ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സ്റ്റഡീസ് ഉണ്ട്. അവരാണ് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ നടത്തുന്നത്. ആ ഫാമിലി ഹെൽത്ത് സർവേയിൽ കണ്ടെത്തിയത് 19% വീടുകളിൽ ഇപ്പോഴും ടോയ്ലറ്റുകൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. മോഡി ഗവൺമെൻറ് അവകാശപ്പെടുന്നത് ഇന്ത്യയെ നാഷണൽ ഓപ്പൺ സ്പേസ് ഡിഫെക്കേഷൻ ഫ്രീ രാജ്യമാക്കി മാറ്റി, പൊതുയുടെ വിസർജന വിമുക്ത രാജ്യമാക്കി മാറ്റി എന്നാണ് മോഡി ഗവൺമെൻറ് അവകാശപ്പെടുന്നത്. പക്ഷേ ആ സർവേയിലെ കണ്ടെത്തൽ പ്രകാരം 19% വീടുകളിൽ ഇനിയും ടോയ്ലറ്റ് എത്തിയിട്ടില്ല. അതിന്റെ അർത്ഥം അവരിപ്പോഴും പൊതുസ്ഥലങ്ങളിൽ അദ്ദേഹം ഇന്ന് പ്രസംഗത്തിൽ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ 19% വീടുകളിൽ 12 കോടി കുടുംബങ്ങളിലെ പൂർണ്ണമായും ഇന്ത്യ പൊതുയുടെ വിസർജന വിമുക്ത രാജ്യമാക്കി മാറ്റിയിരിക്കുന്നു എന്നാണ് മോദി അവകാശപ്പെട്ടത്. അത് ശരിയല്ല എന്നാണ് ആ സർവേ കണ്ടെത്തിയത്. അതുപോലെ തന്നെ 40% വീടുകളിൽ ഇപ്പോഴും ശുദ്ധ പാചകവാതകം എത്തിയിട്ടില്ല എന്നാണ് ആ സർവേ കണ്ടെത്തിയത്. അത് ഗ്രാമീണ മേഖലയിൽ 57% വീടുകളിൽ ഇനിയും ശുദ്ധ പാചകവാതകം എത്തിയിട്ടില്ല എന്ന് ആ സർവേ പറയുന്നു. അപ്പം ഈ സർവേയോട് ഗവൺമെൻറ് എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് നമുക്കറിയാം.
ഗവൺമെൻറ് ആവശ്യപ്പെട്ട കണക്ക് കൊടുക്കാൻ തയ്യാറാകാതിരുന്ന ഇന്ത്യൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സ്റ്റഡീസിൻ്റെ ഡയറക്ടർ KS ജെയിംസിനെ ആദ്യം സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് അദ്ദേഹത്തെ നിർബന്ധിത റിട്ടയർമെൻറ്റിന് വിധേയനാക്കുകയും ചെയ്തു. അതുപോലെ തന്നെയാണ് തൊഴിലില്ലായ്മയെക്കുറിച്ചുള്ള കണക്കുകൾ. മോദി അവകാശപ്പെടുന്നത് കഴിഞ്ഞ 6% ദേശീയ തൊഴിലില്ലായ്മ നിരക്ക് എന്നാണ്. അത് 2 വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ എന്നുള്ളതാണ്. പക്ഷേ സെൻറ്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ ഇക്കോണമിയുടെ പഠനപ്രകാരം ഇന്ത്യയുടെ നിലവിലുള്ള തൊഴിലില്ലായ്മ നിരക്ക് 10.05%. അങ്ങനെ വസ്തുതകളുടെ പിൻബലമില്ലാത്ത അവകാശവാദങ്ങളാണ് മോദി ഉന്നയിക്കുന്നത്. ഈ തൊഴിലില്ലായ്മയെക്കുറിച്ചുള്ള കണക്കുകൾ പ്രസിദ്ധീകരിക്കുവാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ്റെ റിപ്പോർട്ട് പുറത്തുവിടുവാൻ ഗവൺമെൻറ് വിസമ്മതിച്ചു. ആ ഗവൺമെൻറ് പുറത്തുവിടാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് അതിൻ്റെ ആക്ടിംഗ് ചെയർമാനായിരുന്ന KP മോഹൻ ഉൾപ്പെടെയുള്ളവർ രാജിവെച്ച് പോയത് നമ്മൾ കണ്ടാണ്. അപ്പോൾ വസ്തുതകളുടെ അടിസ്ഥാനമില്ലാതെ അവകാശവാദം ഉന്നയിക്കുക എന്നുള്ളത് നരേന്ദ്രമോദിയുടെ രീതിയാണ് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിനെ സംബന്ധിച്ചും അദ്ദേഹം പറയുന്നത്. നമുക്കറിയാം, പ്രതിപക്ഷ നേതാക്കന്മാർ ഉന്നയിക്കുന്നത് പോലെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ കഴിയുന്ന ഒരാളല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ കൈവശം അദ്ദേഹത്തിൻ്റെ അധികാര പരിധിക്കുള്ളിൽ എല്ലാ അന്വേഷണ ഏജൻസികളുമുണ്ട്. ആ അന്വേഷണ ഏജൻസികൾ ഉപയോഗിക്കുന്നതിൽ യാതൊരു മടിയുമില്ലാത്തയാളാണ് നരേന്ദ്രമോദി എന്ന് നമുക്കറിയാം. ഡൽഹിയിലെ മുഖ്യമന്ത്രിയെ 2 പ്രാവശ്യം അന്വേഷണത്തിനായി വിളിച്ചു, തെളിവെടുപ്പിനായി വിളിച്ചു. ഡൽഹിയിലെ ഒരു ഉപമുഖ്യമന്ത്രിയും മറ്റൊരു മന്ത്രിയും ജയിലിലാണ്. AAP പാർട്ടിയുടെ ഒരു MP ജയിലിലാണ്. തമിഴ്നാട്ടിലെ 3 മന്ത്രിമാർ ജയിലിലാണ്. കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായിരുന്ന P. ചിദംബരം 100 ദിവസം ജയിലിൽ കടന്നു. DK ശിവകുമാർ 90 ദിവസം ജയിലിൽ കടന്നു. ഇങ്ങനെയൊക്കെ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ കക്ഷി നേതാക്കന്മാരെ ജയിലിലിടുന്നതിനോ കേസിൽ കൊടുക്കുന്നതിനോ ഒരു മടിയുമുള്ള ഭരണ സംവിധാനമല്ല ഇന്ത്യയിൽ. പക്ഷേ കേരളത്തിൽ മാത്രം അത് എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്ന് വ്യക്തമായി പറയാനുള്ള ബാധ്യത ഈ പ്രധാനമന്ത്രിക്ക് ഗവൺമെൻറ്റുണ്ട്. അതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒന്നുകിൽ പ്രധാനമന്ത്രി ഈ അന്വേഷണമൊക്കെ നടത്തുന്നതിൽ പ്രധാനമന്ത്രി പറയുന്നതിൽ സത്യമില്ല, അല്ലെങ്കിൽ ഈ അന്വേഷണമൊക്കെ നടന്നിട്ടും എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒത്തുകളികൾ നടന്നിട്ടുണ്ട്. ആ ഒത്തുകളികൾ വിശദീകരിക്കുവാൻ പ്രധാനമന്ത്രിക്ക് ബുദ്ധിമുട്ടുണ്ട്, കേരളത്തിലെ ഭരിക്കുന്ന പാർട്ടിക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് അപ്പുറത്ത് ഇവിടെ രാഷ്ട്രീയമായി എന്തൊക്കെയോ ഒത്തുകളികൾ നടക്കുന്നു. പ്രധാനമന്ത്രി മോദി പറയുന്നത് ഇവിടെ ഒത്തുകളി നടക്കുന്നത് കോൺഗ്രസും CPM തമ്മിലാണ്. അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ശരി ശ്രീ JR പത്മകുമാർ പ്രധാനമന്ത്രിക്ക് പറയാം. പക്ഷെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഇത് വ്യക്തമാണ്. പ്രധാനമന്ത്രിക്ക് അങ്ങനെ വെറുതെ ആരോപണം ഉന്നയിച്ചു പോകാൻ കഴിയില്ലല്ലോ. ശരി, വെറുതെ ആരോപണം ഉന്നയിക്കാൻ പറ്റില്ല. ശ്രീ JR പത്മകുമാർ തൽക്കാലം മറുപടി പറയട്ടെ. ശ്രീ JR പത്മകുമാർ, ഇന്നും മോദി പ്രസംഗത്തിൽ തൃശൂർ പൂരം, ശബരിമല ഇതൊക്കെ എടുത്തിടുന്നുണ്ടായിരുന്നു. 2019 അതായത് ശബരിമലയുമായി ബന്ധപ്പെട്ട് സുവർണാവസരമുണ്ട് എന്ന് നിങ്ങൾ കരുതിയ കാലത്തും തൃശൂരിൽ BJP സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തായിരുന്നു. 28.2% വോട്ടാണ് അന്ന് സുരേഷ് ഗോപിക്ക് കിട്ടിയത്. അതിനു മുൻപത്തെ തവണ നിങ്ങൾക്ക് 11% ഉണ്ടായിരുന്നുള്ളൂ. അത് 28.2% ഉയർത്തി എന്നൊക്കെ പറയാം. അത് പക്ഷേ നിങ്ങൾക്ക് സുവർണാവസരം ഉണ്ടായിരുന്ന കാലമാണ്. പക്ഷേ ഇവിടെ വീണ്ടും ഒരു സുവർണാവസരമായി ശബരിമലയിലെ തിരക്ക്, തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ കളി എന്ന കാര്യങ്ങളൊക്കെ തൃശൂരിൽ തന്നെ വന്നതെന്ന് പറഞ്ഞാൽ അത് വോട്ടാകുമെന്നുള്ള പ്രതീക്ഷ എന്തുകൊണ്ടാണ്? അതിന് മുമ്പ് ഞാൻ അതിലേക്ക് സ്മൃതിയിലേക്ക് വരാം. അതിനു മുമ്പ് നമ്മൾ അരുൺകുമാർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, 1-2 വാക്കുകൾ ഞാൻ മറുപടി പറഞ്ഞോട്ടെ. അതായത് സ്ഥിരം ചർച്ചകളിൽ വന്നിരുന്നിട്ട് ഈ പഴയകാല കുറേ കാര്യങ്ങൾ ഇതുവരെ സ്വാതന്ത്ര്യം കിട്ടിയ സമയം തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സംഘത്തിനും അല്ലെങ്കിൽ ജനസംഘത്തിനും BJPക്കും എതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ ആരോപണങ്ങളാണ്. ഇത് പറഞ്ഞ് അവിടെ എവിടെ എത്തി? ഇപ്പൊ അദ്ദേഹം പറഞ്ഞ കേരളം, ഞങ്ങൾ ത്രിപുരയിൽ ജയിച്ചതിന് ശേഷം പ്രധാനമന്ത്രി ഇവിടെ വന്നു പറഞ്ഞു കേരളം എടുക്കും, കേരളത്തിൽ ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം ശക്തമായി നടത്തും, കേരളത്തിൽ വിജയിക്കുക തന്നെയാണ് ലക്ഷ്യം. അതേസമയം നിങ്ങളുടെ അതിന്റെ അനുസരിച്ച് ഞങ്ങൾക്ക് ഒരു ഇമ്പ്രൂവ്മെന്റും ഉണ്ട്, ജനപിന്തുണയിലായാലും എല്ലാത്തിലും. നിങ്ങളത് ആലോചിച്ച് നോക്കുക. ആദ്യത്തെ പ്രധാന പ്രതിപക്ഷ നേതാവായിരുന്നു AKG. നെഹ്റു കഴിഞ്ഞാൽ AKG ആണ് ചെങ്കോട്ടയിൽ കൊടിയുയർത്താൻ പോണെന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്താ ഈ സ്ഥിതി?
കേരളം പോലൊരു ചെറിയ സംസ്ഥാനത്ത് വന്ന് ഒരു MPയെയും ജയിപ്പിച്ച് അവിടെ ചെന്ന് DMKയുടെ പിന്തുണയോടുകൂടി ഇരന്ന് വാങ്ങിയൊരു സീറ്റ് കൊണ്ട് 2 MPമാരെയും വെച്ചുകൊണ്ടാണ് ഞങ്ങളോട് ഈ മസിൽ പിടിക്കാൻ ഞങ്ങളാണ് വലിയ സംഘടന എന്നുള്ള നിലയിൽ വരുന്നത്. പിന്നെ കൊലപാതകം കൊണ്ട് ഇതൊക്കെ കുറേ കാര്യങ്ങൾ അതൊക്കെ പറയുന്നുണ്ട്. ഏറ്റവും വലിയ മനുഷ്യത്വരഹിതമായി പെരുമാറിയിട്ടുള്ളത് ഇവര് വലിയ നേതാക്കന്മാരായി കൊണ്ട് കിടക്കുന്ന ആളുകളല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, പോൾ പോട്ട്, മാവോയിസ്റ്റ്, സ്റ്റാലിൻ എത്ര കോടി ആളുകളെയാ കൊന്നത്. അതിന്റെ പിന്തുണക്കാരല്ലേ നിങ്ങൾ പശ്ചിമ ബംഗാളിൽ ചെയ്ത നന്ദിഗ്രാമിൽ എത്ര ആളുകളെ കൊന്നത്? നിങ്ങളത് പറ. ശരി സിംഗൂരിൽ എത്ര ആളെ കൊന്നത്? നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു MP അല്ലേ കൊന്നത്? അല്ല, നിങ്ങളുടെ ഇഷ്ട വിഷയത്തിലേക്ക് വരുന്നേ. ശബരിമലയും തൃശ്ശൂർപൂരവും ഇവിടെ അദ്ദേഹം ബിജെപിക്കെതിരായിട്ട് വംശഗതിയെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ ഇടപെട്ടില്ല. എനിക്കൊരു സമയം തരൂ, ഞാൻ ഒന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. മണിപ്പൂരിൽ നടന്നില്ലേ? ആളുകളെ കൊന്ന് ഉപ്പ് ചാക്കിട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ല, ഉണ്ട്. മണിപ്പൂരിൽ നടന്നത് BJP ആണ് ചെയ്തത്. 2 ഗ്രൂപ്പുകൾ ആക്രമണം ഉണ്ടാക്കി. മണിപ്പൂരിൽ ആരാണ് ഭരിക്കുന്നത്? മണിപ്പൂരിൽ ആർക്കാണ് ഉത്തരവാദിത്തം? ഭരിക്കുന്നവരല്ലോ. ഭരിക്കുന്നവർക്ക് ഉത്തരവാദിത്തമില്ലേ? കേരളത്തിൽ മാത്രമേ ഭരിക്കുന്നവർക്ക് ഉത്തരവാദിത്തം ഗവൺമെന്റ് ചെയ്യുന്നുണ്ടല്ലോ. അത് നിങ്ങൾ അത് ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഒരു പത്രപ്രവർത്തകനായ ഞാനത് പറഞ്ഞോട്ടെ ശ്രീപതി. ഈ ഒരു നിങ്ങൾ പറയുന്നത് അല്ലല്ലോ ശരി. നിങ്ങൾ പറയുന്നതെന്നും ഞങ്ങൾ വിശ്വസിക്കണോ? ഒരു പത്രപ്രവർത്തകനായ ഒരാള് താങ്കൾ അത് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഒരുപാട് ഫാക്ച്വൽ എറേഴ്സ് ഉള്ള ഒരു പുസ്തകമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് താങ്കൾ ഇങ്ങനെ എടുത്തെടുത്ത് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ട കാര്യമില്ല. അല്ല, അങ്ങനെയല്ല. നിങ്ങൾ പറയുന്നതല്ല ഫാക്ച്വൽ കറക്റ്റും. അല്ല, നിങ്ങൾക്ക് സ്വീകാര്യമായ ഒരു പുസ്തകം ഒരാൾ എഴുതി തന്നെങ്കിൽ അതിങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കണ്ടത് ഇല്ലില്ല. നമ്മുടെ മുന്നിൽ സുപ്രീം കോടതിക്ക് മുന്നിലെ കണക്കുകളുണ്ട്. JR പത്മകുമാർ, സുപ്രീം കോടതിക്ക് മുന്നിൽ വന്ന കണക്കുകളുണ്ടല്ലോ. എത്ര പേർ കൊല്ലപ്പെട്ടു, എത്ര പള്ളികൾ തകർത്തു, എത്ര പേർ നഗ്നരായി ആക്രമിക്കപ്പെട്ടു, അല്ലെ? ഇരകളുടെ മൊഴി അടക്കമുണ്ടല്ലോ കോടതിയുടെ മുന്നിൽ. അല്ലെങ്കിൽ നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം പറഞ്ഞാൽ 2 വിഭാഗത്തിൽ ക്രിസ്ത്യൻ വിഭാഗമുണ്ട്. 2 വിഭാഗം എന്ന് പറയുമ്പോൾ 2 വിഭാഗം ആകട്ടെ. ആരാണ് ഭരിക്കുന്നത്? ശ്രീ JR പത്മകുമാർ, കേന്ദ്രത്തിൽ ആരാണ്? മണിപ്പൂരിൽ ആരാണ്? ആ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. എങ്ങനെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു? എപ്പോ ഏറ്റെടുത്തു? ആ മുഖ്യമന്ത്രിയെ മാറ്റിയോ? പ്രധാനമന്ത്രി മിണ്ടിയോ? പ്രധാനമന്ത്രി പോയോ? ഞാൻ ഇവിടെ ചർച്ചയിലാണ് ഞാൻ പറയുന്നത്. നിങ്ങളെ ബാക്കി എങ്ങനെ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും, ഞാൻ മിണ്ടാതിരിക്കാം. താങ്കൾ സംസാരിച്ചോ, ഞാൻ മിണ്ടാതിരിക്കാം. എന്നെ വിളിച്ചിരുത്തിട്ട് നിങ്ങളെ പ്രസംഗം കേൾക്കാനാണെങ്കിൽ എന്റെ മറുപടി, എന്റെ പാർട്ടിയുടെ നിലപാട് അല്ലെങ്കിൽ നിങ്ങൾ ഗവൺമെന്റിനെതിരെ ഉന്നയിക്കുന്ന നിലപാട് പറയാനാണ് ഞാൻ വന്നത്. പിന്നെ എന്നെ പറയാൻ സംസാരിക്കാൻ സമ്മതിക്കില്ല എങ്കിൽ നിങ്ങൾ പറഞ്ഞു, ഞാൻ കേട്ടോണ്ടിരിക്കാം. അതാണ് ജനങ്ങളെ അറിയിക്കേണ്ടതെങ്കിൽ. നിങ്ങൾ വിളിച്ചത് എന്റെ പാർട്ടിയുടെ നിലപാട് പറയാനല്ലേ? പറയൂ. ഇന്നലെ ഇന്നൊക്കെ ഒരേ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പുതിയ പോയിന്റ്സ് പറയൂ. അല്ലല്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി, അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് പറയുന്നത് മാത്രം ശരി എന്നുള്ളതല്ല. അവിടെ 2 വിഭാഗങ്ങൾ കാലങ്ങളായിട്ട് ഏറ്റുമുട്ടുന്നുണ്ട്, അക്രമം നടത്തുന്നുണ്ട്. ആവില്ല, നോർത്ത് ഈസ്റ്റിലും ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ ഏറ്റുമുട്ടുന്നുണ്ട്. അവിടെ ഏറ്റുമുട്ടിയാൽ അത് 2 വിഭാഗങ്ങളിലും ക്രിസ്ത്യൻ വിഭാഗങ്ങളുണ്ട്. 2 വിഭാഗത്തിന്റെയും പള്ളികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ആക്രമണം. ഇന്നലെ ആക്രമണം നടത്തിയത് നമുക്കറിയാലോ, മ്യാൻമറുമായി ബന്ധപ്പെട്ട് അതിർത്തി പങ്കിടുന്ന സ്ഥലത്ത് നിന്ന് തീവ്രവാദികൾ ആ രാജ്യത്ത് നിന്ന് വന്നതാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഈ രീതിയിൽ നടക്കുമ്പോൾ ഗവൺമെന്റ് എന്നുള്ള നിലയിൽ അതിനെ നേരിടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അത് ആ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട ആൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് പെരുപ്പിച്ച് കാണിക്കാൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചിലർ ശ്രമിക്കുന്നുണ്ട്. അത് വില പോകുന്നില്ല എന്നുള്ളതാണ് ഒന്ന്. 2, താങ്കൾ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളിലേക്ക് ഞാൻ വരാം. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വളരെ ശക്തമായിട്ടുള്ള ഒരു ജനകീയ അടിത്തറയുള്ള മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ഒരു ജനപ്രതിയെ ജയിപ്പിച്ചെടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ശ്രമമാണ്, ഞങ്ങളുടെ ഒരു ലക്ഷ്യമാണ്. അതിനുവേണ്ടി ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിൽ ഞങ്ങൾ പ്രവർത്തിക്കും. അത് പറയുന്ന സമയത്ത് ഞാൻ ചോദിച്ചത് സുവർണാവസര ഘട്ടത്തിലുണ്ടായിരുന്ന ശതമാനം, നിങ്ങൾക്ക് കിട്ടിയ വോട്ടിന്റെ ശതമാനം, അതിൽ നിന്ന് ഉയരാൻ എന്താണ് സാധ്യത, അതിനുള്ള സാഹചര്യം ഇപ്പോൾ എന്താണെന്നാണ് ചോദിച്ചത്. ഇപ്പോൾ വീണ്ടും ശബരിമലയിൽ പറയുമ്പോൾ ശബരിമലയിൽ തിരക്കാണ് പറയുന്നത്. തിരക്ക് നിയന്ത്രിക്കുന്നില്ല. വേറെ എവിടെയും തിരക്കില്ലല്ലോ. ശബരിമലയിലെ തിരക്കിന്റെ കാര്യം പറയുന്നു. അതോടെ ഒരു മിനിറ്റ് തൃശ്ശൂർ പൂരവും പറയുന്നു. നേരത്തെ ഒരു മിനിറ്റ് ഞാൻ പൂർത്തിയാക്കട്ടെ. നിസാം സെയ്ദ് ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നേരത്തെ വന്ന് അങ്ങ് പോവുക, ഏതായാലും ഇവിടെ സാധ്യതയില്ല, നേരത്തെ വന്ന് അങ്ങ് പോവുക എന്നൊരു കാര്യം കഴിക്കുകയാണ് ഇപ്പോൾ മോദി ചെയ്യുന്നതെന്ന്. അങ്ങനെയല്ലെങ്കിൽ താങ്കൾക്ക് അത് സമർത്ഥിക്കാം. മോദി ഇനിയും വരുമെങ്കിൽ അതും പറയാം. മനസ്സിലാവും.
അല്ല 2024 അല്ല അത് 2024 കഴിയുമ്പോൾ താങ്കൾക്ക് മനസ്സിലാവും. നമ്മൾ വീണ്ടും കാണുമല്ലോ, ചർച്ചയിലും കാണും, അല്ലാതെയും കാണുമല്ലോ. അപ്പോൾ അത് മനസ്സിലാവും എന്താണ് BJPയുടെ രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള കാര്യം മനസ്സിലാവും. അതങ്ങനെ ഇരുന്നോട്ടെ, അദ്ദേഹത്തിന് സന്തോഷിക്കാനാളും അല്ലെങ്കിൽ താൽക്കാലികമായൊരു സന്തോഷത്തിന് ആത്മനിർവൃതിക്ക് അത് ഉപയോഗിച്ചോട്ടെ. മോഡി വന്ന് പറഞ്ഞത് ഒരു രാഷ്ട്രീയ യോഗത്തിലാണ് പ്രസംഗിച്ചിട്ടുള്ളത്, സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട യോഗത്തിലാണ് പ്രസംഗിച്ചത്. അത് പൊതുവായിട്ടുള്ള കേരളത്തിലെ ഇഷ്യൂസ് പറയും. ആ ഇഷ്യൂസ് പറയുന്നതിൽ എന്താ തെറ്റ്? ശബരിമലയിൽ ഗവൺമെന്റ് കൈകാര്യം ചെയ്ത രീതി, ഇപ്പൊ നിങ്ങൾ മണിപ്പൂരിന്റെ കാര്യം പറഞ്ഞല്ലോ, അത് ശബരിമലയിൽ ഈ ഗവൺമെന്റ് തെറ്റാണ്. 16, 17, 18 മണിക്കൂറോളം കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ അവരുടെ പ്രാഥമിക ആവശ്യത്തിന് നിറവേറ്റാൻ പോലും പോകാൻ കഴിയാതെ, കുടിക്കാൻ വെള്ളമില്ലാതെ, കഴിക്കാൻ ആഹാരം കൊടുക്കാൻ കഴിയാത്ത രീതിയിൽ അവരിങ്ങനെ അടിവെള്ള കന്നുകാലികളെ പോലെ അടച്ചിട്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലേ? എത്ര ആളുകൾ മോഹാലസ്യപ്പെട്ട് വീണിട്ടുള്ളത്. അപ്പൊ അത് കൈകാര്യം ചെയ്യേണ്ടത് ദേവസ്വം ബോർഡോ അല്ലെങ്കിൽ ഗവൺമെന്റോ ആണ്. ആ ഗവൺമെന്റിന്റെ വീഴ്ച വരുത്തി, ആ വീഴ്ച കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു. എന്നിട്ട് ബഹുമാനപ്പെട്ട കോടതി വരെ പറഞ്ഞു, DGP നേരെ അവിടെ ചെന്നിട്ട് ആ പ്രശ്നങ്ങളിൽ ഇടപെടണമെന്ന് പറഞ്ഞു. അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് സൂചിപ്പിച്ചാൽ അതിലെന്താ തെറ്റ്? തൃശൂർ പൂരത്തിനെ സംബന്ധിച്ചിടത്തോളം അതിലൊരു തെറ്റുമില്ല. മണിപ്പൂരിൽ ഇത്രയധികം ആക്രമണങ്ങൾ ഉണ്ടായി, ഇത്ര പേർ കൊല്ലപ്പെട്ടു, ഇത്ര പള്ളികൾ ആക്രമിക്കപ്പെട്ടു, ഇത്ര പേർ ബലാത്സംഗത്തിനിരയായി എന്ന കണക്ക് വരുമ്പോൾ ഒന്നും മിണ്ടാതിരിക്കുന്നതിലും ഒരു കുഴപ്പവുമില്ല. ഏതിലൊക്കെ പ്രതികരിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടല്ലോ. ഏതിലൊക്കെ പ്രതികരിക്കണം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു തീരുമാനമുണ്ടല്ലോ. അങ്ങനെയല്ലല്ലോ. അതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി പ്രസ്താവന നടത്തി. ഇന്ത്യയുടെ ലോ ആൻഡ് ഓർഡറിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ലോ ആൻഡ് ഓർഡറിന്റെ കാര്യത്തിൽ നമ്മുടെ ആഭ്യന്തര സുരക്ഷയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആള് നമ്മുടെ ആഭ്യന്തരമന്ത്രിയാണ്. ആഭ്യന്തരമന്ത്രി അതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. അതിനോട് ചുമതലപ്പെട്ട അവിടുത്തെ മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി പാർലമെന്റിൽ അവിശ്വാസ പ്രമേയമായി വന്ന ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നും ഒരു തടസ്സമില്ല. അപ്പൊ എപ്പോ പറയണം, എങ്ങനെ പറയണമെന്ന് നിങ്ങളല്ലല്ലോ നിശ്ചയിക്കുന്നത്, അത് പ്രധാനമന്ത്രിയാണ് നിശ്ചയിക്കേണ്ടത്. അദ്ദേഹത്തിന് പൊതു രാഷ്ട്രീയ പ്രധാനമന്ത്രി മണിപ്പൂരിൽ പോയോ? തീർച്ചയായിട്ടും പ്രതികരിച്ചല്ലോ. പ്രതികരിച്ചല്ലോ. അല്ല, പ്രതികരിച്ചല്ലോ. അല്ലല്ല, പാർലമെന്റിനകത്ത് അവിശ്വാസ പ്രമേയമായി പ്രതികരിച്ചിട്ടുണ്ട്. പാർലമെന്റിൽ പ്രതികരിക്കുന്ന കാര്യമേ നിൽക്കുന്നില്ലല്ലോ. പാർലമെന്റിൽ പ്രതികരിക്കേണ്ട ഒരു കാര്യത്തിലും പാർലമെന്റിൽ പ്രതികരിക്കില്ലല്ലോ. അവിശ്വാസ പ്രമേയത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞില്ലേ? അല്ല, അത് നിങ്ങളുടെ വെർഷനല്ലോ. നിങ്ങൾ പറയുന്ന രീതിയിൽ പ്രതികരിക്കണം. നിങ്ങൾ പറയുന്നത് പാർലമെന്റിൽ പറയേണ്ട കാര്യങ്ങളുണ്ട്, പാർലമെന്റിൽ പ്രസ്താവന നടത്തേണ്ട കാര്യങ്ങളുണ്ട്, ചില ചിട്ടവട്ടങ്ങളുണ്ട്. ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഭൂരിപക്ഷത്തിൽ ഈ കാര്യങ്ങളൊന്നും നടപ്പാക്കേണ്ടതില്ല എന്ന തീരുമാനമുണ്ട്. നിങ്ങൾക്കിവിടെ പ്രതിപക്ഷമേ വേണ്ട. ശ്രീ JR പത്മനാഭൻ ഒക്കെ ആയിക്കോട്ടെ, ഞാൻ ചോദിച്ചത് ഇപ്പോൾ നിങ്ങൾ ഉന്നയിക്കുന്ന ഈ വിഷയങ്ങൾ തൃശൂർ പൂരം ശബരിമല ഇത് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കിവിടെ ഉന്നയിച്ച് വിജയിക്കാനാകുമോ ശ്രീ JR പത്മകുമാർ? അല്ല, അത് നിങ്ങൾ കാത്തിരുന്ന് കാണും. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തും. കേരളത്തിലെ ഗവൺമെന്റിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കും. ഞങ്ങൾ ചെയ്ത ജനക്ഷേമകരമായ പദ്ധതികൾ ചൂണ്ടിക്കാണിക്കും, പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിക്കും. ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. ജയിക്കുവോ തോക്കുവോ എന്നുള്ളതല്ലല്ലോ. അത് ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വെക്കും. സ്ത്രീകൾക്ക് വേണ്ടി ചെയ്ത ഒരുപാട് കാര്യങ്ങൾ പ്രധാനമന്ത്രി എണ്ണി പറയുകയുണ്ടായി ശ്രീ JR പത്മകുമാർ. അതിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുത്തലാഖാണല്ലോ. മുസ്ലിം സ്ത്രീകളുടെ കാര്യത്തിൽ മുത്തലാഖിന്റെ കാര്യത്തിൽ മുത്തലാഖ് നിരോധന നിയമം ക്രിമിനൽ കുറ്റമാക്കി, അല്ലെ? മുത്തലാഖ് ചൊല്ലുന്ന ക്രിമിനൽ കുറ്റമാക്കിയാണ് ചെയ്തിട്ടുള്ളത്. ഭാര്യയെ ഉപേക്ഷിച്ചു പോകുന്ന ഭർത്താക്കന്മാർക്ക് ശിക്ഷ നൽകണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമാകട്ടെ. പക്ഷേ അത് മുസ്ലിം പുരുഷന് മാത്രമാകുന്നു. മുസ്ലിം പുരുഷന്റേത് മാത്രം ക്രിമിനൽ കുറ്റമാകുമ്പോഴാണ് അതിൽ സംശയം വരുന്നത്. അതിങ്ങനെ വലിയ അവകാശവാദമായി വരുമ്പോൾ പറഞ്ഞോളൂ. അല്ല, ഒരു മിനിറ്റ് സ്മൃതി ഒന്ന് സാവധാനമായിട്ട് ഇരുന്നിട്ട് എനിക്ക് പറയാനുള്ള ഒരു സമയം തരണം ഈ ഇഷ്യൂവിനെ സംബന്ധിച്ച്. അത് ഒരു ഉറപ്പുണ്ടെങ്കിലേ ഞാൻ പറയുന്നുള്ളൂ. പറഞ്ഞോട്ടെ. പറയൂ. നിങ്ങൾ മുസ്ലിങ്ങളെ ജയിലിലടയ്ക്കുന്നു, ഭാര്യ ഉപേക്ഷിച്ചെന്നുള്ളതാണല്ലോ നിങ്ങളുടെ വെർഷൻ. അങ്ങനെയാണല്ലോ? ഇല്ലേ? അതാണോ? ഇല്ലേ? അല്ല, അതാണോ താങ്കളുടെ നടക്കാത്ത ചോദ്യം? ക്രിമിനൽ കുറ്റമാണ് മുത്തലാഖ്. അല്ല, അതാണോ? ഞാനൊന്ന് പറഞ്ഞോട്ടെ. തലാഖ് നിയമ വിരുദ്ധമായിട്ട് പറഞ്ഞിട്ടില്ല. മുത്തലാഖിനെ സംബന്ധിച്ച് മുത്തലാഖ് ചെയ്താൽ
ആ ക്രിമിനൽ കുറ്റമാണെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം. നിങ്ങൾ പറയും മുഖ്യമന്ത്രി ഉൾപ്പെടെ, ഞാൻ അവരെ സദസ്സിലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഉൾപ്പെടെ കേട്ടു. താങ്കൾ ഉൾപ്പെടെ മനസ്സിലാക്കി വെച്ചതിലുള്ള പെശകാണ് സ്മൃതി, ഇത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. ഞാനൊന്ന് പറയട്ടെ, ഒരു ഹിന്ദുവിന്, ഞാൻ അതാണ് വിശദീകരിച്ചാണല്ലോ പോലെ, ഒരു ഹിന്ദുവിന് വിവാഹമോചനം വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിക്ക് വിവാഹമോചനം വേണമെങ്കിൽ ഓൺലി ത്രൂ കോർട്ട് ഓഫ് ലോ. വിവാഹമോചനമല്ല, വിവാഹമോചനം കോടതി വഴിയുള്ള വിവാഹമോചനത്തെ കുറിച്ചല്ല പറയുന്നത്. ഭാര്യയെ ഉപേക്ഷിച്ചു പോകുന്ന ഭർത്താക്കന്മാർ ക്രിമിനലുകളാകുന്നുണ്ടോ? അല്ല, ഞാനത് പറഞ്ഞോട്ടെ, നിങ്ങൾ ഈ മാറി പോകരുത്. ഞാൻ പറഞ്ഞ ഒരു താങ്കളുടെ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ സംസാരിച്ചു. പറഞ്ഞതിലുള്ള സംശയമാണ് ഞാൻ പറഞ്ഞത്. വിവാഹമോചനമല്ല എന്ന് പറഞ്ഞാൽ അവർ ഡൈവോഴ്സ് ചെയ്ത് മൊഴിയേലി പോവുക. അല്ല, ഏകപക്ഷീയമായ തീരുമാനത്തെയാണല്ലോ മുത്തലാഖ് എന്ന് പറയുന്നത്. ഒന്ന് കേൾക്കൂ. ഏകപക്ഷീയമായ തീരുമാനമാണല്ലോ മുത്തലാഖ്. ഒരു സംശയമില്ല അല്ലേ? മുസ്ലിം പുരുഷൻ മാത്രം എടുക്കുന്ന നിലപാട് മുത്തലാഖ്, മുസ്ലിം പുരുഷൻ മാത്രം ചെയ്യുന്ന കാര്യം വിവാഹമോചനമല്ല. മുസ്ലിം പുരുഷൻ യഥാർത്ഥത്തിൽ സ്ത്രീയെ ഉപേക്ഷിക്കുകയാണ് അല്ലേ? എന്റെ ചോദ്യം ഒന്ന് കേൾക്കൂ, ക്ഷമയോടെ കേൾക്കൂ. വിവാഹമോചനമേ അല്ല വിഷയം. പറഞ്ഞോട്ടെ. അല്ല, ക്ഷമയല്ല, നിങ്ങൾക്കാണ് ക്ഷമയില്ലാത്തത്. ഞാൻ പറഞ്ഞ എന്നെ പൂർത്തീകരിച്ചതിന് ശേഷം നിങ്ങൾ പറഞ്ഞോ, അല്ല, യാതൊരു വിരോധമില്ല. ഞാൻ പറഞ്ഞത് ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ഒരു സ്ത്രീയെ, ഭാര്യയെ ഉപേക്ഷിച്ച് നിയമപരമായി പോകണമെങ്കിൽ ഒൺലി ത്രൂ കോർട്ട് ഓഫ് ലോ. അപ്പൊ കോടതി പറഞ്ഞാലേ എനിക്ക് ഒരു മുസ്ലിമിനോ ഒരു ഹിന്ദുവിനോ ഒരു ക്രിസ്ത്യാനിക്കോ ഭാര്യ ഉപേക്ഷിക്കാൻ കഴിയൂ. പിന്നെ ആള് ജയിലിൽ പോകേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹം ഉപേക്ഷിക്കാൻ കോടതി സമ്മതിച്ചാൽ, അദ്ദേഹം ഭാര്യ ഉപേക്ഷിച്ചു പോയാൽ ജയിലിൽ പോകേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് അത് ക്രിമിനൽ കുറ്റമാക്കാത്തത്. കാര്യം അവര് കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഭാര്യയെ ഉപേക്ഷിക്കുന്നത്. ഇത് ഏകപക്ഷീയമായി സ്ത്രീയുടെ കൺസെന്റ് ഇല്ലാതെ ടെലിഫോണിലൂടെയും വാട്സപ്പിലൂടെയും അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് കത്തിലൂടെയും ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചതിന് ശേഷം അവിടെ ഉപേക്ഷിച്ച് വലിച്ചെറിഞ്ഞിട്ട് വേറെ ആളെ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ അത് ക്രിമിനൽ കുറ്റമാണ് എന്നുള്ള നിലയിലാണ് എടുത്തത്. അതിലൊരിക്കലും മതപരമായ വിവേചനമില്ല. അതേസമയം താങ്കളുടെ ഈ ഭാഗം വളരെ വ്യക്തമാണ്. ഇനി ഇതിലുള്ള സംശയമാണ് ഞാൻ ചോദിക്കുന്നത്. താങ്കൾ ഈ പറയുന്നത് ഉപേക്ഷിച്ചു പോകലാണല്ലോ. ഈ തലാഖ് 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 എന്ന് പറയുന്നതിനെയാണല്ലോ വിവാഹമോചനം എന്ന് പറയുന്നത്. അത് വിവാഹമോചനമല്ല, ഉപേക്ഷിക്കലാണ്. അങ്ങനെ ഉപേക്ഷിക്കുന്ന ഹിന്ദു പുരുഷനും ക്രിസ്ത്യൻ പുരുഷനും എന്താണ് ശിക്ഷ? അത് ക്രിമിനൽ കുറ്റമാണോ? ഭാര്യ ഉപേക്ഷിക്കുന്നത് ക്രിമിനൽ കുറ്റമാണോ? ആ രൂപത്തിൽ ശിക്ഷ കിട്ടുമോ? അല്ല, അയാൾ ഉപേക്ഷിച്ചു അങ്ങനെ ഉപേക്ഷിച്ചു പോകാൻ പറ്റില്ലല്ലോ. അവരെ നിയമപരമായി ഭാര്യ അല്ലാതായി മാറുന്നത് അല്ലെങ്കിൽ അയാളുടെ ഭാര്യ എന്നുള്ള നിലയിൽ എല്ലാ അവകാശവും അവർക്കുണ്ട്. ഒരു ഹിന്ദു പുരുഷനോ ഒരു ക്രിസ്ത്യൻ പുരുഷനോ ഭാര്യ ഉപേക്ഷിച്ച് പോയെന്ന് പറഞ്ഞിട്ട് ആ ഭാര്യയ്ക്കുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നില്ല. അവരുടെ പ്രോപ്പർട്ടി റൈറ്റ് പോകുന്നില്ല, അവർക്ക് ജീവനാംശം കിട്ടും, എല്ലാം കിട്ടും. അതേസമയം ഈ മുത്തലാഖ് ചെയ്ത് കഴിഞ്ഞാൽ, സ്ത്രീയെ ഉപേക്ഷിച്ചാൽ അയാള് പിന്നെ ഭാര്യയല്ല. അതുകൊണ്ടാണ് ഇല്ലീഗൽ ആക്ടിവിറ്റി ഉള്ളത് കൊണ്ടാണ് അതിനെ ക്രിമിനൽ ആക്കിയത്. നിങ്ങൾ ഈ കാര്യം പറയുമ്പോൾ തന്നെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്തോളൂ. ഞാൻ വേറൊരു കാര്യം പറഞ്ഞോട്ടെ. ഇന്ത്യയിൽ ഇപ്പൊ അല്ലാത്തൊരു കാര്യമുണ്ടല്ലോ. ഇപ്പൊ ഹിന്ദു ആയ ഒരാള് അവരെ സ്പൗസ് ജീവിച്ചിരിക്കുമ്പോ വേറൊരാളെ കല്യാണം കഴിച്ചാൽ ബൈഗമിയാണ്, ജയിലിൽ പോവും. ഇത് മുസ്ലിം സമുദായത്തിന് ഇല്ലല്ലോ, ഇപ്പൊ നിലവിലില്ലല്ലോ. അപ്പൊ അത് ഇരട്ട നിയമമല്ലേ? ഹിന്ദുവിന് ജയിലിൽ പോകുന്നുണ്ട്, മുസ്ലിം ജയിലിൽ പോകുന്നില്ല. അപ്പൊ നിങ്ങൾ പറയും പേഴ്സണൽ ആയെന്ന് പറയും. എന്നാലും നിലവിൽ ഇന്ത്യയിൽ ഒരു ഹിന്ദു അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി ഒരു സ്പൗസ് ജീവിച്ചിരിക്കുമ്പോ ഉപേക്ഷിച്ചിട്ട് വേറെ ആളെ കല്യാണം കഴിച്ചാൽ ഇപ്പോഴും ജയിലിൽ പോകുന്നുണ്ട്. അത് BJP കൊണ്ടുവന്ന നിയമമൊന്നും അല്ലല്ലോ. അപ്പൊ ഇരട്ട നിയമം ക്രിമിനൽ നടപടിയിൽ ഇപ്പോഴും ഇവിടെ ഉണ്ട്. അതേസമയം BJP കൊണ്ടുവന്ന നിയമം അതല്ല. ഈ നിയമവിരുദ്ധമായി മുത്തലാഖ് ചെയ്തു കഴിഞ്ഞാൽ, ഭാര്യയെ ഉപേക്ഷിച്ച് ഭാര്യ അല്ലാതാക്കി കഴിഞ്ഞാൽ അത് ക്രിമിനൽ കുറ്റമാണ്. നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ തലാഖ് ചെല്ലുക, നിയമപരമായി തലാഖ് ചെല്ലാനുള്ള വ്യവസ്ഥയുണ്ടല്ലോ. അത് തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങൾ ഉൾപ്പെടെ സ്ത്രീയെ ഉപേക്ഷിച്ചാൽ ഭർത്താവ് ജയിലിൽ പോകും. ഹിന്ദുക്കളുടെ അടക്കം പിന്തുണ നേടി തന്നിട്ടുണ്ട് തനിക്ക് എന്നുള്ള ഇന്നിപ്പോൾ ഈ മഹിളാ സംഗമത്തിൽ വന്ന സ്ത്രീകളിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള സ്ത്രീകളെ കണ്ടില്ല എങ്കിലും പക്ഷേ അദ്ദേഹം അത് ആവർത്തിച്ച് ആ മുത്തലാഖ് വിഷയം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അല്ല, മുസ്ലിം സ്ത്രീകൾ BJP-യിലുണ്ടോ? ജയപത്മകുമാർ, ഞാനൊന്ന് കൊണ്ടാണെന്ന് ഈ മുത്തലാഖ് നിയമം കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയത് മുസ്ലിം സ്ത്രീകളോടോ മുസ്ലിങ്ങളോടോ ഉള്ള എന്തെങ്കിലും സ്നേഹം കൊണ്ടാണെന്ന് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു കുഞ്ഞു പോലും വിശ്വസിക്കുന്നുണ്ടോ എന്ന് ഞാൻ കരുതുന്നില്ല. അത് കൃത്യമായ BJP-യുടെ ഒരു അജണ്ടയുടെ ഭാഗമായി BJP നടപ്പിലാക്കുന്നു.
അത് മുത്തലാഖ് നിയമത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് മുത്തലാഖ് നൾ ആൻഡ് വോയിഡ് ആയി മുത്തലാഖ് പ്രകാരമുള്ള ഡൈവോഴ്സ് നൾ ആൻഡ് വോയിഡ് ആയിട്ട് ഗവൺമെൻറ്റിന് പ്രഖ്യാപിക്കാം. പക്ഷേ അത് ക്രിമിനൽ കുറ്റമാകുന്നത് എങ്ങനെയാണ്, പിന്നീട് അത് ക്രിമിനൽ കുറ്റമാകുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അത് വിടുക. ഇതൊന്നും നമ്മൾ ഒറ്റപ്പെട്ട് കാണേണ്ട സംഭവങ്ങളല്ല. ഇപ്പോൾ മുത്തലാഖിൻ്റെ കാര്യത്തിലാണെങ്കിലും ദേശീയ പൗരത്വ നിയമത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ അയോധ്യ വിധിയുടെ കാര്യത്തിലാണെങ്കിലും കാശ്മീരിലെ 370-ാം വകുപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇതൊക്കെ BJPയുടെ ഒരു വലിയ അജണ്ടയുടെ ഭാഗമായി RSSൻ്റെ ഒരു അജണ്ടയുടെ ഭാഗമായി BJP നടപ്പിലാക്കുന്ന കാര്യങ്ങളാണെന്ന് നമുക്കറിയാം. ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഓരോന്നിനെ എടുത്ത് പരിശോധിക്കുന്നതിനേക്കാളൊക്കെ ഇതെല്ലാം ഒരു വലിയ ശൃംഖലയിലെ ചെറിയ ചെറിയ കണ്ണികൾ മാത്രമാണ്. ഈ കണ്ണികളെല്ലാം കൂടെ വെച്ചുകൊണ്ട് ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റുവാനുള്ള പ്രയാണത്തിലാണ് BJP മുന്നോട്ട് പോകുന്നത്. ആ പ്രയാണം ഏതാണ്ട് അതിൻ്റെ വളരെ വിജയകരമായ ഒരു ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നെന്ന് BJP വിശ്വസിക്കുന്നു. ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ സ്ഥാപനങ്ങളും BJP ഇപ്പോൾ വർഗീയവൽക്കരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇലക്ഷൻ കമ്മീഷൻ, മാധ്യമങ്ങൾ, ഒരു പരിധിവരെ ജുഡീഷ്യറി, അങ്ങനെ ഒട്ടേറെ സ്വാതന്ത്ര്യമുണ്ടെന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന ഒട്ടേറെ സ്ഥാപനങ്ങൾ ഇപ്പോൾ തന്നെ BJP വർഗീയവൽക്കരിച്ചിരിക്കുന്നു. പാർലമെൻറ്റിനെ ഏതാണ്ട് അപ്രസക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. പാർലമെൻറ്റിൽ ഇപ്പോൾ പ്രതിഷേധിക്കാൻ അവസരമില്ല, പ്രതിഷേധിക്കുന്നവരെ പുറത്താക്കുന്നു. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയല്ല ഇവിടെ ഭരിക്കുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രിയാണെങ്കിലും ഉപയോഗിക്കുന്ന ഇമേജസ് എല്ലാം ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ മാത്രം ഇമേജസ് ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയെ ഒരു മൾട്ടി ജനവിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന വിവിധ ജനവിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഭരണക്രമം അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനം, ഒരു മതേതര രാഷ്ട്രം എന്നുള്ള സങ്കല്പത്തിലല്ല BJP പ്രവർത്തിക്കുന്നറിയാം. നമുക്കറിയാം, കേന്ദ്ര മന്ത്രിസഭയിൽ ഇന്ത്യയിലെ 14% വരുന്ന മുസ്ലിങ്ങളിൽ നിന്നും ഒരൊറ്റ അംഗം പോലും കേന്ദ്ര മന്ത്രിസഭയില്ല. എന്തിന്? BJPയുടെ MP-മാരിൽ രാജ്യസഭയിലോ ലോക്സഭയിലോ ഒരു മുസ്ലിങ്ങളില്ല. അങ്ങനെ ഭരണ സംവിധാനത്തിൽ നിന്നും പൂർണ്ണമായും മുസ്ലിങ്ങളെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിലവിലുള്ളത്. ന്യൂനപക്ഷങ്ങളെ പൂർണ്ണമായും അകറ്റി നിർത്തിക്കൊണ്ട് അവർക്ക് അവരുടെ RSSൻ്റെ ആശയങ്ങളനുസരിച്ച് അവരെ ഡിസെൻഫ്രാഞ്ചൈസ് ചെയ്യാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. അതൊഴിച്ച് ബാക്കി എല്ലാത്തിലും മുസ്ലിങ്ങളെ രണ്ടാംകിട പൗരന്മാരാക്കി മാറ്റി നിർത്തിക്കൊണ്ട് ഒരു മതരാഷ്ട്രം സ്ഥാപിക്കുക എന്നുള്ള അജണ്ട വളരെ കൃത്യമായി BJP നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. 2024 തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്ട് പൂർണ്ണമായി നടപ്പിലാക്കാനുള്ളൊരു മാൻഡേറ്റായിട്ടായിരിക്കും അത് അവർ സ്വീകരിക്കുന്നത്. ഇപ്പോൾ അയോധ്യയിൽ ക്ഷേത്രം നിർമ്മിക്കുന്നത് ഭരണത്തിൻ്റെ നേട്ടമായി വരുന്നു. ആർട്ടിക്കിൾ 370 ഭരണത്തിൻ്റെ നേട്ടമായിരുന്നു, നിർത്തലാക്കിയ ഭരണത്തിൻ്റെ നേട്ടമായിട്ട് വേണം. ഇതൊക്കെ ഒരു ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുക, ഇന്ത്യ ഒരു മതരാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ള കൃത്യമായ അജണ്ടയുടെ ഭാഗമാണ്. അല്ലാതെ മുസ്ലിം സ്ത്രീകളോടുള്ള സ്നേഹം കൊണ്ട് മോഡി മുത്തലാഖ് നിയമം നിർത്തലാക്കുക. പക്ഷേ നമുക്കെല്ലാം അറിയാം, ഇത്തരം പാതകളിലൂടെ പോയിട്ടിരുന്ന രാജ്യങ്ങൾ അവസാനം എവിടെയാണ് എത്തിച്ചേർന്നത്? വലിയ ദുരന്തങ്ങളിലാണ് എത്തിച്ചേർന്നതെന്ന് നമുക്കറിയാം. നാം കൊടുക്കേണ്ടി ഇപ്പോൾ ഇവിടെ ഇടതുപക്ഷം ആവർത്തിച്ച് BJPക്കെതിരെ ഉന്നയിക്കുന്ന കാര്യങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് എന്ന് മോദി തന്റെ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. കേന്ദ്രം ഫണ്ട് തരുന്നില്ല എന്ന് പറയുമ്പോൾ കേന്ദ്രം നൽകുന്ന ഫണ്ട് അത് പാവങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടേ? അത് ഉറപ്പുവരുത്താൻ എന്തുകൊണ്ടാണ് ഇവിടെ സമ്മതിക്കാത്തതെന്നുള്ള കാര്യം ചോദിക്കുന്നു. മാത്രമല്ല, രാജ്യത്താകെ വിശാലമായ റോഡുകൾ, എയർപോർട്ടുകൾ, വലിയ റെയിൽവേ സ്റ്റേഷനുകളൊക്കെ ഒരുങ്ങിയാണ്. പക്ഷേ ഇന്ത്യ മുന്നണി മോദി വിരോധം കാരണം ഈ പദ്ധതികളൊന്നും നടപ്പാക്കാൻ അനുവദിക്കുന്നില്ല. കേരളത്തിലെ കാര്യമാണ് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത്. അതിനുള്ള മറുപടി എന്താണ്? ഇവിടെ ഇതിനു മുമ്പ് ശ്രീ നരേന്ദ്രമോദി വന്നപ്പോൾ ഈ കേരളത്തെ സോമാലിയയോട് ഉപമിച്ചു പോയത് നമ്മൾ ഓർക്കുന്നുണ്ടാകും. അന്ന് ജനങ്ങൾ ചിട്ടയായിട്ടുള്ള മറുപടി കൊടുത്തപ്പോഴാണ് ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിന് ഭരണ തുടർച്ച കിട്ടിയത്. കർണാടകത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അമിത്ഷാ പറഞ്ഞു തൊട്ടടുത്തു കേരളമാണ് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. തമിഴ്നാട്ടിലെ ജനങ്ങൾ കർണാടകത്തിലെ ജനങ്ങൾ ശരിക്കും സൂക്ഷിച്ചപ്പോൾ BJP അവിടുന്ന് ഭരണത്തിൽ നിന്ന് പുറത്തുപോയി. ഇവിടെ കേരളത്തിൽ മാനവ വിഭവ സൂചികയിൽ ഒന്നാമതെത്തി കേരളം കുതിക്കുന്നത് വിദ്യാഭ്യാസ, ആരോഗ്യ മേഖലകളിലും മറ്റെല്ലാ അനുബന്ധ മേഖലകളിലും ഒന്നാമതായതുകൊണ്ടാണെന്ന് നമുക്കറിയാം. പിന്നെ ഇവിടെ വന്ന് എത്ര നുണ പ്രചരിപ്പിച്ചാലും എന്തുകൊണ്ടാണ് അത് ഏക്കാത്തത്? ജനങ്ങൾ അത് പുച്ഛിച്ച് തള്ളുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ കേരളത്തിൽ പെൻഷൻ കൊടുക്കുന്നു, 64,000 പേർക്ക് പെൻഷൻ കൊടുക്കുമ്പോൾ അതിൽ 64 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുമ്പോൾ 7 ലക്ഷം പേർക്ക് കുറച്ച് പേർക്ക് 500, കുറച്ച് 300, കുറച്ച് 200 വീതം നോർമലായിട്ടുള്ള തുകയാണ്
കേന്ദ്ര സർക്കാർ കൊടുക്കുന്നത്. ആ പെൻഷൻ കൊടുക്കുമ്പോൾ ഞങ്ങളുടെ പേര് പറയണം, പേര് മാറ്റി പറയുകയാണെന്ന് നുണ പ്രചരിപ്പിച്ച ജനങ്ങൾക്ക് ബോധ്യമാവില്ലേ? ഇപ്പം ലൈഫ് പദ്ധതിയുടെ ഭാഗമായി 4 ലക്ഷം പേർക്ക് വീട് കിട്ടിയപ്പോൾ വെറും 32,000 പേർക്ക് 72,000 രൂപ വിഹിതം, അതായത് 4 ലക്ഷം രൂപ വീതമാണ് കേരള ഗവൺമെന്റ് കൊടുക്കുന്നത്. 72,000 വീതം 32,000 പേർക്ക് കൊടുക്കുമ്പോൾ, വളരെ ചെറിയ തുക കൊടുക്കുമ്പോൾ, എല്ലാ വീടിന് മുമ്പിലും ശ്രീ നരേന്ദ്രമോദിയുടെ ഫോട്ടോ വെച്ച് അത് അദ്ദേഹത്തിന്റെ പദ്ധതിയാണെന്ന് എഴുതി വെക്കണം എന്നതാണ് പറയുന്നത്. ഓരോ മേഖല എടുത്തു കൊടുക്കുക. കേന്ദ്രം ഉദ്ദേശിക്കുന്നതിന്റെ, വിതരണം ചെയ്യുന്നതിന്റെ നിരവധി ഇരട്ടി സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുകയാണ്. ഒരു പദ്ധതിയിലും പേര് മാറ്റുന്നില്ല. ഞാൻ പറയട്ടെ, തമിഴ്നാട് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം കേരളത്തിലേക്ക് വന്നത്. തമിഴ്നാട്ടിൽ 3,000 കോടി രൂപയുടെ എന്താണ്ട് പ്രഖ്യാപനം നടത്തിയെന്ന് പത്രത്തിലൂടെ വായിച്ചു. എന്താണ് 1 രൂപ പോലും ഈ കേരളത്തിൽ വന്ന ഇന്ത്യയുടെ കേരളം ഉന്നയിച്ചത് 3 തരത്തിലാണ്. 1, സംസ്ഥാന വിഹിതം വെട്ടിക്കുറയ്ക്കുന്നു. 2, ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കുന്നു. 3, കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ വെച്ച് ഈ സംസ്ഥാനത്തിന്റെ ഭരണത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നു. അദ്ദേഹം ഇപ്പോഴും പറഞ്ഞല്ലോ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ കാര്യം, ബിരിയാണി ചെമ്പും അതുപോലെ ഈന്തപ്പഴവും അതല്ല ഖുറാനും ഒക്കെ ഇവിടെ വലിയ രൂപത്തിൽ ചർച്ചയാക്കിയത് നമ്മൾ കണ്ടതാണ്. കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി CBI, NIA, ED, കസ്റ്റംസ് അന്വേഷിച്ചതാണ്. ഇതെല്ലാം കേന്ദ്രത്തിന്റെ കയ്യിലായിരുന്നു. 1% തെളിവ് ഏതെങ്കിലും കേസിൽ കണ്ടുപിടിച്ചോ? ആരെങ്കിലും ഗവൺമെന്റുമായി ബന്ധപ്പെട്ടവരെ അറസ്റ്റ് ചെയ്യുന്ന രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായോ? അപ്പൊ ഇത് കുറെ നാളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന നുണപ്രചരണം തുടരുകയാണ്. ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കുന്നത് നാം കണ്ടല്ലോ. സുപ്രീം കോടതി പറഞ്ഞില്ലേ, തീ കൊണ്ട് തലചൊറിയരുത്, ബില്ലുകൾക്ക് മേൽ അടയിരിക്കുന്നവരാകരുത് ഗവർണർമാർ, ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികൾക്ക് മുകളിലല്ല ഗവർണർമാർ എന്നെല്ലാം സുപ്രീം കോടതി പല ഘട്ടത്തിൽ പറയുന്ന സാഹചര്യം നാം കണ്ടില്ലേ? അതുപോലെ തന്നെ സാമ്പത്തികമായി തകർക്കുന്ന കാര്യം നമ്മൾ എത്ര തവണ ചർച്ച ചെയ്തതാണ്. കേന്ദ്രം സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം വെട്ടിക്കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ വർഷം നമുക്ക് കിട്ടിയ തുകയിൽ നിന്ന് 40% തുക കുറവാണ്. 57,400 കോടി രൂപ 4 ഹെഡുകളിലായി വെട്ടിക്കുറച്ചിരിക്കുന്നു. അത് നമ്മൾ വിശദമായി ചർച്ച ചെയ്തു. ഏതെങ്കിലും ഒരു പ്രഖ്യാപനം കേരളത്തിന്റെ കാര്യത്തിൽ മാത്രം എന്താണ് ഈ പ്രധാനമന്ത്രി നടത്താത്തത്? എന്താണ് കേരളം എന്ന് കേൾക്കുമ്പോൾ BJPയുടെ പ്രതിനിധികൾക്കടക്കം ഇത്രയധികം വെറുപ്പ് എന്താണ്? ഇവിടെ പ്രളയകാലത്ത് ജനങ്ങളെ രക്ഷിക്കാൻ വന്ന ഹെലികോപ്റ്ററിന് വരെ പണം വാങ്ങിച്ചല്ലേ നമ്മുടെ കയ്യിൽ നിന്ന്? ജനങ്ങളെ രക്ഷിക്കാൻ അരി വിതരണം ചെയ്തപ്പോൾ ആ അരിക്ക് കണക്ക് പറഞ്ഞ് പൈസ മേടിച്ചില്ലേ? വിദേശ രാജ്യങ്ങളിൽ നിന്ന് UAE അടക്കം സംസ്ഥാനം, ഒറ്റ മിനിറ്റ്, വിദേശ രാജ്യങ്ങളിൽ നിന്ന് സഹായം വന്നപ്പോൾ അത് മേടിക്കരുത്, അത് രാജ്യത്തിന്റെ പോളിസി അല്ലെന്ന് പറഞ്ഞു. പക്ഷെ കോവിഡ് കാലത്ത് എത്ര വിദേശ രാജ്യങ്ങളുടെ സഹായം ഈ കേന്ദ്ര ഗവൺമെന്റ് വാങ്ങിച്ചു? അങ്ങനെ കേരളത്തിന് വരുന്നത് ഒന്നും കൊടുക്കാൻ പാടില്ല, കേരളത്തിന്റെ നേട്ടങ്ങളൊന്നും ചർച്ച ചെയ്യാൻ പാടില്ല. കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സൗഭാഗ്യങ്ങൾ ലോക രാജ്യങ്ങൾ വരെ പ്രശംസിക്കുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ഇങ്ങനെ കേരളത്തിലെ ജനങ്ങളോട് നടത്തുന്ന അവഗണനയ്ക്കെതിരെ ശക്തമായി ജനങ്ങൾ പ്രതികരിക്കുന്നതാണ് ഈ അടുത്ത കാലത്ത്. ശ്രീ JR പത്മകുമാർ, നേരത്തെ ശ്രീ അരുൺകുമാർ ചോദിച്ച ചോദ്യം, തമിഴ്നാട്ടിൽ വലിയ പദ്ധതികൾ പ്രഖ്യാപിച്ച ശേഷം കേരളത്തിലേക്ക് വരുന്നു, ഇവിടെ വന്ന് കേരളത്തെ കുറ്റം പറയൽ മാത്രം, ഒരു പദ്ധതി പോലും പ്രഖ്യാപിച്ചിട്ടില്ല. അത് പറയാം. അതിന് മുമ്പ് നിസാം പറഞ്ഞതിന് ഒരു വാക്കിൽ ഒന്ന് മറുപടി പറഞ്ഞോട്ടെ. അദ്ദേഹം പറഞ്ഞത് മറ്റേ ആർട്ടിക്കിൾ 370 യൂണിഫോം സിവിൽ കോഡ്, അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് BJP ഇപ്പോൾ ഈ അധികാരം കിട്ടിയത് കൊണ്ട് മാത്രം ഇത് ഉന്നയിക്കുന്നതാണ്. അത് അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണയാണ്. ജനസംഘ കാലം മുതൽ ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് കാശ്മീർ ഇഷ്യൂ. ആർട്ടിക്കിൾ 370 സംബന്ധിച്ച് ഞങ്ങൾക്ക് വ്യക്തമായ രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിൽ ഒരു നിലപാടുണ്ട്. ഞങ്ങൾക്ക് അധികാരത്തിൽ ഒരു അവസരം കിട്ടിയപ്പോൾ അത് ചെയ്തു. അതുപോലെ തന്നെ ഈ എടുത്തിട്ടുള്ള നിലപാടുകളെല്ലാം 100% ഞങ്ങൾ വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ജനസംഘ കാലഘട്ടത്തിന് ഉയർത്തിക്കൊണ്ടുവന്ന മുദ്രാവാക്യങ്ങളാണ്. അത് നടപ്പിൽ വരുത്തുക തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയ അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ജനങ്ങളോട് അഭിമുഖീകരിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളത് നടപ്പിൽ വരുത്തുന്നു. അത് മാത്രമേ അതിനെക്കുറിച്ച് പറയാറുള്ളൂ. പദ്ധതി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതിൽ സ്ഥിരം കുറെ പറയുന്ന കാര്യങ്ങളാണ്. അതെ തന്നെ, അതിൽ 2 കാര്യങ്ങൾ ഞാൻ മറുപടി പറയാനുള്ള സമയം തരണം. ഒന്ന്, നമ്മുടെ കേരളത്തിന്റെ വികസനവും മറ്റ് 2 നികുതിയുടെ കാര്യവുമാണ് പറഞ്ഞത്. കേരള വികസനത്തെ സംബന്ധിച്ച് അദ്ദേഹം ഒന്ന് ആലോചിക്കുക. 2004 മുതൽ 2014 വരെയുള്ള UPA ഗവൺമെന്റ് കാലഘട്ടത്ത് കേരളത്തിൽ കിട്ടിയിട്ടുള്ള സഹായവും ഈ 2014 മുതൽ 23 വരെ കേന്ദ്ര ഗവൺമെന്റ് നൽകിയിട്ടുള്ള സഹായവും അദ്ദേഹം ഒന്ന് സമയം കിട്ടുമ്പോൾ ചർച്ചയിൽ പറയണമെന്നില്ല, ഒന്ന് വിലയിരുത്തിയാൽ, ഒന്ന് വായിച്ചു നോക്കിയാൽ മതിയാകുമെന്നുള്ളതാണ്. ഞങ്ങളുടെ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് നിങ്ങൾ ആലോചിക്കുന്നത് കളിയിക്കവലെയുള്ള ബൈപ്പാസിന്റെ പ്രവർത്തനം 78 തുടങ്ങിയതാണ്. എപ്പോഴാ പൂർത്തി? ഇപ്പോ ഒരു അനക്കം വെച്ചത് നിതിൻ ഗഡ്കരി വന്ന് ഇവിടെ കഴക്കൂട്ടം ഒരു മിനിറ്റ് ശ്രീ JR പത്മകുമാർ ഒന്നിടപെട്ടോട്ടെ. മോദി ഇന്ന് പ്രസംഗിച്ച കാര്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. കേരളം വികസിക്കണമെങ്കിൽ BJP വരണമെന്നാണ് പറയുന്നത്. കേരളത്തിന് വേണ്ടി ഒരു മിനിറ്റ് ഞാൻ പൂർത്തിയാക്കട്ടെ. ഒരു മിനിറ്റ് പൂർത്തിയാക്കട്ടെ. കേരളത്തിൽ വന്നിട്ട് പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടില്ല, പക്ഷെ വികസിക്കണമെങ്കിൽ BJP വരണമെന്ന് പറയുന്നു. ആളോഹരി വരുമാനത്തിന്റെ കാര്യത്തിൽ ചിലവഴിക്കുന്നതിലും കേരളം മുന്നിലാണ്.
കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ കേരളം 4ാം സ്ഥാനത്താണ്. ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിങ്ങനെയുള്ള ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ കേരളം 1ാമതാണ്. കേരളം എത്തിയതിൽ ഈ രൂപത്തിൽ കേരളം എത്തിയതിൽ BJPക്ക് ഒരു റോളുമില്ല. ശ്രീ ജെ.ആർ. പത്മകുമാർ, അല്ല, നിങ്ങളുടെ ഒരു നിങ്ങൾ ചാനൽ ഇരുന്നുകൊണ്ട് ഒരു തെറ്റിദ്ധാരണ വരുത്തരുത്. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ നാഷണൽ അന്തർദേശീയ തലത്തിൽ ഏത് യൂണിവേഴ്സിറ്റിയാണ് കേരളത്തിൽ ഉള്ളത്? ഇന്ന് ഹയർ എഡ്യൂക്കേഷനിൽ 2,25,000 സീറ്റുകളുണ്ട്. 82,000 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ് കേരളത്തില്. 82,000 വേണോ ഞാൻ കണക്ക് തരാം. ഓരോ യൂണിവേഴ്സിറ്റിയുടെ കണക്ക് ഞാൻ എടുത്തു തരാം. ഡിഗ്രിക്ക് 82,000 സീറ്റ്, 2,22,000 ചില്ലറ സീറ്റുള്ള ഗവൺമെന്റ് തന്നെയാണ് ഡിഗ്രി കോഴ്സിന് കേരളത്തിന് അവാർഡ് നൽകിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ, ആരോഗ്യ, സാമൂഹ്യ വികസന സൂചികയിൽ കേരളം 1ാമതാണെന്ന് നിങ്ങളുടെ ഗവൺമെന്റ് അവാർഡ് തരുന്നത് ആനുകൂല്യമല്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ സാറേ. അല്ല, നിങ്ങൾ പറയൂ മിസ്റ്റർ, നിങ്ങൾ പറയൂ വിടാതിരുന്നത്. ഞാൻ മിണ്ടാതിരുന്നത് അതൊരു മാന്യതയുടെ അടിസ്ഥാനത്തിലാണ്. ഒരു മാന്യതയുടെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ 1970 ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയും നോക്ക്. 60 സ്ഥാനം എത്രയും നോക്ക്. 90 സ്ഥാനം എത്രയും നോക്ക്. ഇന്ന് നിങ്ങൾ എവിടെ ഇരിക്കുന്നു നോക്ക്. എത്രയാണ് നിങ്ങളുടെ ഗ്രോത്തിന്റെ പെർസെന്റേജ് നോക്ക്. മറ്റ് സംസ്ഥാനങ്ങൾ ആ സമയത്ത് എത്രയായിരുന്നു ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഉണ്ടായിരുന്ന വളർച്ച പോയിന്റ് നിങ്ങൾ നോക്ക്. ഇന്ന് അവരുടെ ഗ്രോത്ത് എത്രയാണെന്ന് നോക്ക്. എന്നിട്ട് നിങ്ങൾ വലിയ നേട്ടം പറ. അല്ല, നിങ്ങളെ ദിക്ക് അല്ല കേരള അല്ല നിങ്ങൾ ഈ പറഞ്ഞതുകൊണ്ട് പറഞ്ഞാണ്. 2, പിന്നീട് ഞാൻ പറഞ്ഞ വികസനം. കേരളത്തിൽ ഇന്ന് എന്തെങ്കിലും വികസനം നടന്നാൽ കേന്ദ്ര ഗവൺമെന്റ് പട്ടിണിയില്ലാത്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളം. ഇന്ത്യ 107ാമതാണ്. 2014 നിങ്ങൾ അധികാരത്തിൽ വരുമ്പോഴേ 55ാം സ്ഥാനത്തായിരുന്നു. അല്ല, നികുതി ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന റേഷ്യോ അല്ലേ, അവിടെ ഇരിക്കട്ടെ. അതൊക്കെ വെച്ച് AKG സെന്ററിൽ കൊടുത്തിട്ടാലേ ദേശീയമാനി ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ കേരളം 1ാമതാണ്. ഇന്റർനാഷണൽ തലത്തിൽ വന്ന കണക്കല്ലേ മിസ്റ്റർ? ആണ്. ഞാൻ ഇല്ലെന്ന് പറഞ്ഞില്ലല്ലോ. നിങ്ങൾ പറയില്ലേ, ഒന്ന് സമാധാനപ്പെടൂ. ഞാൻ പറഞ്ഞ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞത് 60-ലും 70-ലും 80-ലും 90-ലും 1ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. എന്നിട്ട് ഇപ്പൊ എവിടെ അന്നത്തെ പോയിന്റ് നിലയും ഇന്നത്തെ പോയിന്റ് നിലയും നിങ്ങളൊന്ന് പരിശോധിക്ക്. എന്നിട്ട് തീരെ താഴ്ന്നു നിന്ന മറ്റു സംസ്ഥാനങ്ങൾ അന്ന് പരിശോധിക്കും. അപ്പൊ കേരളത്തിന്റെ റോളില്ല എന്നതാണ് ശ്രീ ജെ.ആർ. പത്മകുമാർ പറയുന്നത്. നിങ്ങൾക്ക് റോളില്ല എന്നാണ് പറയുന്നത്. BJPയുടെ റോളല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എന്താ റോള്? അല്ല, CPM-ന് എന്താ റോള്? ഇവിടെ മാറി മാറി ഭരിച്ച ഇടത് വലത് മുന്നണികൾ അവർക്കെല്ലാവർക്കും റോളുണ്ട്. മാറി ഭരിച്ചവർക്ക് 2 കൂട്ടർക്കും റോളുണ്ട്. അല്ല, നിങ്ങൾ എന്നെ സംസാരിക്കാനും സമ്മതിക്കില്ല. ഇടയ്ക്കിടയ്ക്ക് രണ്ടുപേരും കൂടെ ചോദിക്കും. ഞാൻ 67, 67, 70, 87, 96, 2006, 2016, 2021 9 തവണ കേരളം ഭരിച്ചു LDF. ആയിക്കോട്ടെ, നിങ്ങൾ എടുത്തിട്ടുള്ള സമരങ്ങൾ നിങ്ങളൊന്ന് ആലോചിക്ക്. മുൻകാലങ്ങളിൽ നിങ്ങൾ സമരങ്ങളൊക്കെ വിജയിച്ചിരുന്നു. ഞാൻ ചോദിക്കുന്നത് ശ്രീ ജെ.ആർ. പത്മകുമാർ, കേരളത്തിൽ വികസിക്കണമെങ്കിൽ BJP വരണമെന്ന് പറയുമ്പോൾ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ കേരളം എവിടെ നിൽക്കുന്നു ശ്രീ ജെ.ആർ. പത്മകുമാർ? അങ്ങനെ കേരളം മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ റോളില്ല എന്നാണ് പറയുന്നത്. ഞാൻ പറയാം, അത് താങ്കളുടെ അഭിപ്രായമല്ലേ? താങ്കളുടെ അഭിപ്രായമല്ല, കേരളത്തിൽ യാഥാർത്ഥ്യമാണ്. ഞാൻ അതാണ് പറഞ്ഞത്. അല്ല, ഞാനൊന്ന് പറയട്ടെ. ഹയർ എഡ്യൂക്കേഷന്റെ ഞാൻ പറഞ്ഞ കാര്യങ്ങള് നിങ്ങൾ ഒന്ന് എടുത്തു നോക്കൂ. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നമ്മള് എൻട്രൻസ് വെച്ചു. എത്ര ആൾക്കാ കിട്ടിയത്? IIT-യിൽ, ഇന്ത്യയിലെ IIT-യിൽ ഈ കഴിഞ്ഞ പരീക്ഷ സമയത്ത് കേരളത്തിന്റെ റെപ്രസെന്റേഷൻ എത്ര? നിങ്ങൾ കണക്കാക്ക്. സിവിൽ സർവീസ് എക്സാമിനേഷൻ കേരളത്തിന്റെ പെർസെന്റേജ് എത്ര? ധാരാളം ഉണ്ട്. IAS റാങ്ക് വരുമ്പോഴും കേരളത്തിൽ ഈ CPM പറയുന്ന കാര്യങ്ങൾ അല്ല, കേരളത്തിൽ നിന്നൊക്കെ അത്യാവശ്യം ആളുകളുണ്ട്. കാര്യം പറയരുത്. നിങ്ങളുടെ ഗവൺമെന്റ് തന്നെ പുറത്തുവിടുന്ന കണക്കുകളൊന്നും പരിശോധിക്കും മിസ്റ്റർ. ദാരിദ്ര്യമില്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാ? ഏക സംസ്ഥാനം മിസ്റ്റർ. ദാരിദ്ര്യമല്ല, 83 കോടി ജനങ്ങൾക്ക് കഴിഞ്ഞ 5 വർഷമായിട്ട് 4 വർഷമായിട്ട് സൗജന്യ റേഷൻ കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളും അറിയായിരുന്നു. ഇവിടെ നിങ്ങൾ സപ്ലൈകോയിൽ എന്താണ് നിങ്ങൾക്ക് സൗജന്യ സബ്സിഡി റേറ്റ്? തമിഴ്നാട്ടിൽ 3000 കോടി പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിന് 1 രൂപ നിങ്ങൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞില്ലെങ്കിലും BJP നേതാക്കന്മാരുടെ ചെവിയിലെങ്കിലും പറഞ്ഞോ എന്തെങ്കിലും ആനുകൂല്യം? ജനങ്ങൾക്ക് 83 വെറുതെ വാദം അടിക്കണ്ട. 83 കോടി ജനങ്ങൾക്ക് കഴിഞ്ഞ 4 വർഷമായി സൗജന്യ റേഷൻ കൊടുക്കുക. ഇനിയും 5 വർഷം കൊടുക്കുക. അതുകൊണ്ടാണ് ഇന്ത്യയിൽ പട്ടിണിയില്ലാത്തത്.
പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ട് പോയ ഞങ്ങളുടെ ഒരു കാര്യമുണ്ട്. നികുതിയൊക്കെ അങ്ങ് ഈ പിരിച്ചോണ്ട് നികുതിയുടെ കാര്യം. GST വന്നതിന് കേട്ടോ. ശേഷം നികുതിയുടെ ഉള്ള കാര്യം. നികുതി മുഴുവൻ കേന്ദ്രത്തിലേക്കാണ്. അല്ല വെറുതെ പറയല്ലേ, വെറുതെ എന്തിനാണ് നിങ്ങൾ ഒരു അഭിഭാഷകനല്ലേ, മിനിമം അതിനെക്കുറിച്ചൊരു ഗ്രാഹ്യമെങ്കിലും വേണ്ടേ? ഫിനാൻസ് കമ്മീഷനാണ് മിസ്റ്റർ ഇന്ത്യയിലെ നികുതി കേന്ദ്ര ഗവൺമെന്റിന്റെ വിധി എങ്ങനെ ചെലവാക്കണം എന്ന് തീരുമാനിക്കുന്നത് ഫിനാൻസ് കമ്മീഷനാണ്. അത് സുപ്രീം കോടതി പോലെ ഇലക്ഷൻ കമ്മീഷൻ പോലെ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അവരെല്ലാ സംസ്ഥാനത്തും വന്ന് മന്ത്രിമാരെയും ഉദ്യോഗസ്ഥന്മാരെയും ജനങ്ങളെയും ജനപ്രതിനിധികളെയും കണ്ടിട്ടാണ് തീരുമാനമെടുക്കുന്നത്. ആ സമയത്ത് നിങ്ങൾ കപ്പലണ്ടിയും അണ്ടിപ്പരിപ്പും ചായ കൊടുത്ത് വിട്ടാൽ പോരാ, നിങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കണം. അതിനൊരു ക്രൈറ്റീരിയ നിശ്ചയിക്കും. അതിൽ ഒരു ക്രൈറ്റീരിയയാണ് നിങ്ങൾ വികസനവുമായി ബന്ധപ്പെട്ട് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം മുന്നിലാണ് കാര്യത്തിൽ. താങ്കൾക്ക് തർക്കമുണ്ടാകില്ലല്ലോ ശ്രീ ജെ ആർ പത്മകുമാർ? ഇനി സമയമില്ലാത്തതുകൊണ്ട് താങ്കളോട് തന്നെയാണ് ചോദ്യം, താങ്കൾ തന്നെയാണ് പറയേണ്ടത്. ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കാൻ സഹായിക്കുന്നില്ല, കേരളം സഹായിക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ. ഏതൊക്കെ പദ്ധതികൾക്കാണ് കേരളം തടസ്സം നിൽക്കുന്നത്? നിങ്ങൾക്കറിയാം, ഹൈവേയുടെ വികസനം തന്നെ ഒന്നാമത്തെ എടുത്തു നോക്കൂ. ഹൈവേയുടെ വികസനം കേരളം എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെന്റ് മാത്രമല്ലല്ലോ. നരേന്ദ്രമോദി പറഞ്ഞത് ഗെയിൽ പൈപ്പിന്റെ ഈ ഗവൺമെന്റ് ഇവിടെ സർക്കാർ തടസ്സം നിൽക്കുന്നു എന്നല്ലേ പറഞ്ഞത്? സംസ്ഥാന സർക്കാർ തടസ്സം നിൽക്കുന്നു എന്നല്ലേ പറഞ്ഞത്? കേരളത്തിലെ ജനങ്ങളെ കുറ്റപ്പെടുത്താനല്ലോ മോദി പ്രസംഗിച്ചത്. നിരവധി പദ്ധതികൾ അല്ല, ഒന്ന് രണ്ടെണ്ണം പറയുന്നേ, വെറുതെ പറഞ്ഞു പോയാൽ പോരല്ലോ. കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പദ്ധതികൾ സംസ്ഥാന ഗവൺമെന്റ് തടസ്സം നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പറയൂ സമയത്ത് സ്ഥലം എടുത്തു കൊടുക്കാൻ കഴിയുന്നില്ല. ആ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാൻ കഴിയാത്തത് ശരി, അത് സർക്കാരിന്റെ കുഴപ്പം. ശരി, വേറെന്തൊക്കെയാണ്? ആണ് റെയിൽവേ വികസനത്തിന് സ്ഥലം എടുത്തു കൊടുക്കാൻ കഴിയുന്നില്ല. സംസ്ഥാന ഖജനാവിൽ നിന്ന് പൈസ എടുത്തു കൊടുത്തു. ഈ കേരളം മാത്രമാണ് അത് കൊടുത്തത്. സ്ഥലം എടുത്തു കൊടുക്കാൻ കഴിയുന്നില്ല. മിസ്റ്റർ പത്മകുമാർ, ദേശീയപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 5580 കോടി രൂപയാണ് സംസ്ഥാന ഖജനാവിൽ നിന്ന് കിഫ്ബി വഴി ഏറ്റെടുത്ത് കൊടുത്തത്. ഇന്ത്യയിൽ ഒറ്റ സംസ്ഥാനം കൊടുത്തിട്ടില്ല. 5580 കോടി രൂപ ദേശീയപാതയുടെ വികസനവുമായി കുറെ ചർച്ചകൾ നിങ്ങൾ പറയുന്നുണ്ട്. 25% സംസ്ഥാനം വഹിക്കാന്ന് പറഞ്ഞിട്ട് അവസാനം നിങ്ങൾ ആദ്യം 5000 കൊടുത്തിട്ട് മാറിപ്പോയി. എന്നിട്ട് നിതിൻ ഗഡ്കരി പറഞ്ഞത് നിങ്ങൾ അതിനുവേണ്ടി ഒരു പൈസയും തരണ്ട, നിങ്ങൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിന്റെ GST ഒഴിവാക്കി കൊടുക്കാൻ പറഞ്ഞിട്ട് നടക്കാത്ത ചെയ്യാത്ത ആളുകളാണ് നിങ്ങൾ. അവർ മറ്റു ഇന്നിപ്പോ ശബരിമലയെ കുറ്റം പറഞ്ഞല്ലോ. ശബരിമലയിൽ ഒരു വിമാനത്താവളത്തിന്റെ പ്രപ്പോസൽ ഉണ്ട്. അവിടെ അങ്കമാലി മുതൽ എരുമേലി വരെ ശബരിമലയ്ക്കുള്ള റെയിൽവേ പ്രഖ്യാപിക്കാത്തത് കേരളത്തിലായതുകൊണ്ട് മാത്രം, കേരളത്തിന് മാത്രം ഒന്നും തരില്ല ആക്ഷേപം. ശബരിമല എയർപോർട്ട് എങ്ങനെയാണ് കൊണ്ടുവന്നത്, ആരുടെ പോക്കറ്റാണ് വിൽക്കാൻ പോകുന്നതൊക്കെ എല്ലാവർക്കും അറിയാം. അതൊക്കെ നിങ്ങൾ കയ്യിൽ വെച്ചത്. ജനങ്ങൾക്ക് വികസനം ആവശ്യമുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ഒരു തടസ്സം ഉണ്ടാക്കില്ല. ഒരു തടസ്സം ഞാൻ പറഞ്ഞത്, ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങളുടെ ഒറ്റ ചോദ്യമല്ലേ ഞാൻ ചോദിച്ചോളൂ. 25% പൈസ ഹൈവേ വികസനത്തിന് കൊടുക്കാമെന്ന് നിങ്ങൾ പറഞ്ഞിട്ട് അത് കൊടുക്കൂല എന്ന് പറഞ്ഞപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് സമ്മതിച്ചു, നിതിൻ ഗഡ്കരി. എന്നിട്ട് പറഞ്ഞത് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ GST എങ്കിലും നിങ്ങൾ കുറച്ചു കൊടുക്കാൻ കേരളത്തിനോട് പറഞ്ഞിട്ട് നിങ്ങൾ എന്താ ചെയ്തത്? സമ്മതിച്ചോ? പിന്നെ നിങ്ങൾ എന്ത് വികസനത്തിന് വേണ്ടിയിട്ടാണ് വാദിക്കുന്നത്? നിങ്ങൾ താല്പര്യമുള്ളൂ. അല്ല, അതേ താല്പര്യമുള്ളൂ. 27 സംസ്ഥാനത്തും ദേശീയപാതയ്ക്ക് വേണ്ടി പണം ചെലവാക്കുന്ന കേന്ദ്ര ഗവൺമെന്റാ. എന്താണ് കേരളത്തിന് മാത്രം ഇത്ര പ്രത്യേകത, കേരളത്തിന് മാത്രം നിബന്ധന? അതാണ് എന്റെ ചോദ്യം. തമിഴ്നാട്ടിൽ 3000 കോടി പ്രഖ്യാപിച്ചു, 1 രൂപ കേരളത്തിൽ പ്രഖ്യാപിച്ചോ? ആ ചോദ്യത്തിന് താങ്കൾ മറുപടി പറഞ്ഞില്ലല്ലോ. 1 രൂപ പ്രഖ്യാപിച്ചോ കേരളത്തിൽ? സംസ്ഥാനങ്ങൾ ചെയ്യുന്നുണ്ടോ ഇല്ലെന്നുള്ള കാര്യം നിങ്ങൾ പരിശോധിച്ചു. പ്രധാനമന്ത്രി തേക്കിൻകാട് മൈതാനത്ത് പറഞ്ഞ കാര്യങ്ങളിൽ എന്തൊക്കെ ജനം ഏറ്റെടുത്തു, എന്തൊക്കെ ജനം വിശ്വസിച്ചു എന്ന് നമുക്കറിയാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.